ഹലോ ഫ്രണ്ട്സ്, 2021 സ്കീം പ്രകാരം ഇലക്ട്രിക്കലിൻ്റെ ബേസിക് സബ്ജക്റ്റാണിത്. ഇലക്ട്രിക്കൽ എലമെൻ്ററി കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം. അതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾസിൽ നമ്മൾ കവർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താണ് ഷോക്ക് എന്ന് പഠിക്കും അല്ലേ. ഷോക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മാർഗ്ഗങ്ങൾ, അതേ രൂപത്തിൽ നമ്മുടെ ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇതുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ELCB, MCB, ഫ്യൂസസ്, RCCB ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ എങ്ങനെ നമുക്കൊരു എനർജി എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാം, അതാണ് അടുത്ത ടോപ്പിക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാർ ലൈബ്രറി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, 5 സ്റ്റാർ എക്യുപ്മെൻറ്റ്സ്, 3 സ്റ്റാർ എക്യുപ്മെൻറ്റ്സ് എന്നൊക്കെ. അപ്പം അങ്ങനെയാണ് ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾസിൻ്റെ ഓരോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ എ ഇലക്ട്രിക്കൽ ഷോക്ക്. ഇലക്ട്രിക്കൽ ഷോക്ക് എന്നാൽ എന്ത്? ഇലക്ട്രിക്കൽ ഷോക്ക് എന്നാൽ എന്ത് അല്ലേ. ഷോക്ക് അടിക്കാമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ ഷോക്ക് എന്നാൽ എന്താ? ഇത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാം. അപ്പോൾ എന്താണ്, ആൻ ഇലക്ട്രിക്കൽ ഷോക്ക് ഒക്കേഴ്സ് വെൻ ബോഡി ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഹൈ വോൾട്ടേജ് സോഴ്സ്. അതായത് എന്താണ്, ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒരു ബോഡി ഒരു ഹൈ വോൾട്ടേജ് സോഴ്സിനെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്, ഇലക്ട്രിക്കൽ ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക്. ഇലക്ട്രിക്കൽ ഷോക്ക് എന്ന് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ. എങ്ങനെയൊക്കെ ഇലക്ട്രിക്കൽ ഷോക്ക് നമുക്ക് ഉണ്ടാകാമെന്നാണ് ചോദിച്ചത്. അതായത് എങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്, കോണ്ടാക്ട് വിത്ത് പവർ ലൈൻ ഓർ ഇലക്ട്രിക്കൽ ആർക്ക് ഫ്ലാഷ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ഫോൾട്ട് ഇലക്ട്രിക്കൽ വയറിങ് അല്ലേ. ഇലക്ട്രിക്കൽ വയറിങ്ങിൽ എന്ത് ചെയ്യുമെങ്കിലും ഒരു ഫോൾട്ട് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഷോക്ക് അടിക്കും. അടുത്തെന്താണ്, ഫോൾട്ട് ഇൻ ഇൻസുലേറ്റർ. അതിപ്പോൾ വയറിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കോട്ടിങ് കണ്ടിട്ടുണ്ട്, അതാണ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിലെന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഷോക്ക് അടിക്കും. നാലാമത്തെ എന്താണ്, കോണ്ടാക്ട് വിത്ത് മെറ്റൽ വിത്ത് ഇലക്ട്രിക്കൽ കറണ്ട്. കോണ്ടാക്ട് വിത്ത് മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ് അല്ലേ. അപ്പോൾ ഈ കണ്ടക്ടർ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ കറണ്ട് ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അഞ്ചാമത്തെ പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റനിങ് ഫ്രം തണ്ടർ സ്റ്റോൺ. ലൈറ്റനിങ് ഫ്രം തണ്ടർ സ്റ്റോൺ ആണ് എന്താ, ഇടി പൊട്ടുമ്പോൾ മിന്നലുണ്ടാക്കും. മിന്നൽ മൂലം എന്ത് ചെയ്യും, നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ഫിനോമിനൻ ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പോയിൻ്റാണ് ഉള്ളത്. ഓക്കെ, അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ എന്താണ്, ഫോൾട്ട് ഇൻ ഇൻസുലേഷനും അതേ രൂപത്തിൽ ലൈറ്റിംഗ് ഫോം, അതായത് മെറ്റൽ വിത്ത് ഇലക്ട്രിക്കൽ കറണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് തന്നെയാണ്. ലിസ്റ്റ് എനി 2 എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക്. അത് ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെല്ലാം എഫക്റ്റ് ഉണ്ടാകും, ബോഡിയിലേക്ക് എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് എന്താണ്, കാർഡിയാക് അറസ്റ്റ്, അതായത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ബ്രെയിൻ ഇഞ്ചുറീസ്. മൂന്നാമത്തെ എന്താ, നെർവ് ഡാമേജ് പറയുമ്പോൾ എന്താ, നമുക്ക് ചിലപ്പോൾ ചില ഭാഗത്ത് എന്ത് ചെയ്യും, ടച്ച് ചെയ്യുന്നത് നമ്മൾ അറിയാതിരിക്കും. അത് എന്ത് മൂലം ഉണ്ടാകുന്നതാണ്, നെർവ് ഡാമേജ് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. നാലാമത്തേതോ, മസിൽ പെയിൻ. പിന്നെന്തുണ്ടാവും, മെമ്മറി ലോസ് ഉണ്ടാകും. അതാണ് എന്ത്, ലിസ്റ്റ് എനി 2 എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ലിസ്റ്റ് എനി 6 സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലേ. അതായത് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി പ്രിക്കോഷൻ ടു ദി ഫോളോഡ് വൈൽ ഹാൻഡിൽ ഇലക്ട്രിസിറ്റിയെ നമ്മളിപ്പോൾ പല എക്യുപ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും, അതൊരു രൂപത്തിൽ റിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസാണ് നമ്മൾ കരുതേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ തിയറി ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്, അവോയ്ഡ് വാട്ടർ അറ്റ് ഓൾ ടൈം വെൻ വർക്കിംഗ് വിത്ത് ഇലക്ട്രിസിറ്റി. അത് ഇലക്ട്രിസിറ്റി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അവോയ്ഡ് വാട്ടർ, അതായത് നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്, നെവർ യൂസ് എക്യുപ്മെൻറ്റ് വിത്ത് ഡാമേജ്ഡ് ഇൻസുലേഷൻ. ഓക്കെ, അതായത് ഇൻസുലേഷൻ കോട്ടിംഗ് ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ ചില എക്യുപ്മെൻറ്റ്സ് നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് ഒരു ഇൻസുലേഷൻ ഉണ്ടാകും. അത് ഡാമേജ് ചെയ്യാത്ത എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. പിന്നെ മൂന്നാമത്തേതാണ്, ഓൾവേസ് യൂസ് ഇൻസുലേറ്റഡ് ടൂൾസ് വൈൽ വർക്കിംഗ്. അതായത് ടൂൾസിൽ എന്തുണ്ട്, ഇൻസുലേഷൻ ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പം നമ്മൾ ടെസ്റ്ററിൽ കണ്ടിട്ടുണ്ട്, ഒരു ഗ്ലാസ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് കോട്ട് ഉണ്ടാകും അല്ലേ. അതൊക്കെ എന്നൊരു ഇൻസുലേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഇൻസുലേറ്റഡ് ടൂൾസ് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം.
നാലാമത്തെ പോയിന്റ് എന്താണ്? നെവർ ട്രൈ റിപ്പയറിങ് എനർജൈസ്ഡ് എക്യുപ്മെൻറ്റ്സ്. അത് എനർജൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഓണായിരിക്കും എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് പിന്നെ എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പയർ ചെയ്യാൻ പാടില്ല. അഞ്ചാമത്തെ എന്താണ്? ഡു നോട്ട് വിയർ ലൂസ് ക്ലോത്തിങ് ഓർ ടൈസ് നിയർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യുക? നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഇടരുത്. അതായത് കണ്ടക്റ്റിംഗ് മീഡിയം ഉള്ള ഡ്രസ്സുകൾ ഇടാൻ പാടില്ല. ലാസ്റ്റ് പോയിൻ്റ് എന്താണ്? യൂസ് ദ സർക്യൂട്ട് ബ്രേക്കർ ഒരു ഫ്യൂസസ്. അതായത് നമ്മൾ വീട്ടിലെവിടെയെങ്കിലും ഫാൾട്ട് എന്തെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് പോയിട്ട് നമ്മൾ വീട്ടിലുള്ള ഫ്യൂസോ സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യുക? ഓഫ് ചെയ്തിട്ട് ശേഷം മാത്രം എന്ത് ചെയ്യുക? റിപ്പയർ ചെയ്യാൻ നോക്കുക. ഇതാണ് 6 നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഫ്യൂസ്, ELCB, RCCB, MCCB അല്ലേ? അപ്പം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചത് എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് ഫ്യൂസ് ഇൻ ദ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫ്യൂസിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജസ്റ്റ് ഒരു വയറാണെന്ത് ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വയർ സ്ട്രിപ്പ് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഫ്യൂസ് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ വീട്ടിലൊരു വയർ എടുത്തിട്ട് അവിടെ നിന്ന് ചെറിയൊരു കോപ്പർ വയർ എടുത്താണ് നമ്മൾ കിട്ടുന്നത് കാണാം അല്ലേ? അപ്പോൾ ഈ ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നതെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ എന്നറിയാം അല്ലേ? അപ്പോൾ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു I²R ലോസ്. ഇതിന് പറഞ്ഞതാണ് ഹീറ്റ് ലോസ് എന്ന് പറയും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇത് ആക്ഷൻ ഓഫ് ഫ്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റാണ് എന്ത്? I²R ഹീറ്റ് ലോസ് ഉണ്ടാകുന്നത്. അതിന് ഡിപ്പെൻഡ് ചെയ്യും. നോർമൽ കണ്ടീഷൻ എന്താണ്? ഇൻ എ നോർമൽ കണ്ടീഷൻ ഹീറ്റ് ഡെവലപ്പിംഗ് ഫ്യൂസ് എലമെൻറ്റ് ഈസ് ഡിസിപ്പേറ്റഡ് ടു സറൗണ്ടിങ് എയർ അല്ലേ? സറൗണ്ടിങ് എയറിലേക്ക് ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഫാൾട്ട് ഒക്കെ ചെയ്യുമ്പോഴോ? വെൻ ഫാൾട്ട് ഒക്കേഴ്സ് എന്ത് ചെയ്യും? കറണ്ട് എക്സീഡ് ദ ലിമിറ്റ്സ് വാല്യൂ ആൻഡ് എക്സസീവ് ഹീറ്റ് ഈസ് ജനറേറ്റഡ്. ഈ ഹീറ്റ് ജനറേറ്റഡ് എങ്ങനെയാണ്? ഹീറ്റ് ലോസ് ആയിട്ട് അല്ലേ? ഹീറ്റ് ലോസ് ആയിട്ട് എന്ത് ചെയ്യും? അത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ ഫ്യൂസ് എലമെൻറ്റ്സ് ഹീറ്റ് മെൽറ്റ് ആൻഡ് ബ്രേക്ക് ദ സർക്യൂട്ട്. അതായത് ചൂടാകുകയും ഉരുകുകയും എന്നിട്ട് എന്ത് ചെയ്യും? സർക്യൂട്ട് ബ്രേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അതിന് ബ്രേക്ക് ചെയ്തത് എന്ത് ചെയ്യും? നമ്മുടെ ഡിവൈസിനെ നമ്മൾ എന്ത് ചെയ്യും? അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്യൂസ് ആക്ഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇല്ലസ്ട്രേറ്റ് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് RCCB. RCCBൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓരോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ RCCBൻ്റെതും ELCBൻ്റെ എന്താണ്? സെയിം ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു ഫേസ് ഉണ്ട്, ന്യൂട്രൽ, പിന്നെ എന്തുണ്ട്? ഒരു കണ്ടക്റ്റിംഗ് ഒരു കോറുണ്ട്. അതേ രൂപത്തിൽ ഒരു പ്രൈമറി, സെക്കൻഡറി ആൻഡ് സെൻസിങ് വൈൻഡിങ്സ്. പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി ആൻഡ് സെൻസിങ് കോയിലുണ്ട്. അപ്പം പ്രൈമറി കോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫേസിനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ലോഡ് കൊടുക്കും. ലോഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? നേരെ തിരിച്ച് സെക്കൻഡറി വൈൻഡിങ്ങിലൂടെ പോയിട്ട് ന്യൂട്രലിൽ പോകും. പിന്നെ ഒരു സെൻസിങ് കോയിൽ എന്താണ്? റിലേയിൽ ടച്ച് ചെയ്യണം. ഇനി നോർമൽ കേസിൽ എന്ത് ചെയ്യും? കറണ്ട് ഫേസിലൂടെ ഇങ്ങനെ പോയി ലോഡിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? ന്യൂട്രലിൽ കൂടെ തിരിച്ചു പോകും. ഇനി ഒരു ലോഡിലൊരു ഫാൾട്ട് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ കറണ്ട് വ്യത്യാസം വരും. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡറിയിലുള്ള കറണ്ടും പ്രൈമറിയിലെ കറണ്ടും എന്ത് ചെയ്യും? ഡിഫറൻസ് സംഭവിക്കും. ഈ ഡിഫറൻസ് എന്ത് ചെയ്യും? ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്തിട്ട് ഈ സെൻസിങ് കോയിൽ എനർജൈസ് ചെയ്യും. അപ്പോൾ സെൻസിങ് കോയിൽ എനർജൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ റിലേ വർക്ക് ചെയ്തിട്ട് ഈ ഒരു സ്വിച്ച് എന്ത് ചെയ്യും? ഓപ്പൺ ആക്കിയിട്ട് സർക്യൂട്ട് ഓപ്പൺ ആക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഹൈ ലോഡ് സംഭവിക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, RCCB മനസ്സിലായില്ലേ? ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ ട്രിപ്പിംഗ് മെക്കാനിസം ഇൻ MCCB അല്ലേ? MCCB പറഞ്ഞാൽ എന്താ? മിനിയേച്ചർ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. MCB ആണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണിത്. MCB
MCCB ആകുമ്പോഴോ MCCB ആകുമ്പോൾ എന്ത് ചെയ്യും, മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. ഓക്കെ, ഇത് ആക്ച്വലി 3 രീതിയിൽ എന്തുണ്ട്, ഇതിൻ്റെ മെക്കാനിസം ഉണ്ട്. ഓവർലോഡ് കണ്ടീഷൻ, അതൊരു ഷോർട്ട് സർക്യൂട്ട്, പിന്നെ എന്തുണ്ട്, മാനുവലിയും ഉണ്ട്. മാനുവലി എന്തുണ്ട്, MCCBയുടെ മെക്കാനിസം ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താണ്, ഓവർലോഡ് കണ്ടീഷനിലും അതേ രൂപത്തിൽ ഷോർട്ട് സർക്യൂട്ടിലും ആണ് പറഞ്ഞത്. ഓക്കെ, ഓവർലോഡ് കണ്ടീഷൻ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ MCCB വർക്ക് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ മെറ്റാലിക് സ്ട്രിപ്പ് ആയിരിക്കും. ഓക്കെ, ആ ഫിഗറിന് സ്റ്റാർ മാർക്കിട്ട് വെച്ചാൽ നമ്മൾ നോട്ടിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡബിൾ മെറ്റാലിക് കാണുന്നത് MCCB ഉള്ളത്. ഓക്കെ, നോർമൽ കേസിൽ അതായത് ഡബിൾ മെറ്റാലിക് അറിയുമ്പോൾ ഒന്നിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് രണ്ടാമത്തെ മെൽറ്റിംഗ് പോയിൻറ്റ് എന്ത് ചെയ്യും, ചെറിയ ഡിഫറൻസ് ഉണ്ടാകും. ഇത് ഫാൾട്ട് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു മെറ്റാലിക് സ്ട്രിപ്പ് നോർമൽ ഇതിലും മറ്റ് മെറ്റാലിക് എന്ത് ചെയ്യും, ഹീറ്റായിട്ട് ഒരു ബെൻഡ് ഷേപ്പിൽ എന്ത് ചെയ്യും, ഇത് ഫോം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക് ബ്രേക്ക് ചെയ്ത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, അതായത് ഓവർലോഡ് കേസിൽ എന്താ പറഞ്ഞത്, ദ ബൈ മെറ്റാലിക് കോണ്ടാക്ട് ഇൻവോൾവ് ഇൻ ഓവർലോഡ് ഓപ്പറേഷൻ. ഓക്കെ, നോർമൽ കേസിൽ എന്ത് ചെയ്യും, കറണ്ട് അലോ ചെയ്യും. ഇത് കറണ്ട് ഫ്ലോ എക്സീഡ് ദ പ്രിസീഡിങ് വാല്യൂ, അത് പിന്നെ നമ്മളൊരു റേറ്റഡ് വാല്യൂ ഉണ്ട്, ആ റേറ്റഡ് വാല്യൂ കൂടെ കൂടുക. അത് ആ മീനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫാൾട്ട് സംഭവിക്കാമെന്ന മീനിങ്. ഫാൾട്ട് സംഭവിക്കുക എന്ത് ചെയ്യും, ഇറ്റ് ബെൻഡ് ആൻഡ് ഫൈനലി ഇറ്റ് വിൽ എൻഗേജ് ദ ട്രിപ്ഡ് മെക്കാനിസം. അതായത് ഒന്ന് ബെൻഡ് ചെയ്ത് എന്ത് ചെയ്യും, ട്രിപ്പ് ആകും, അതായത് സർക്യൂട്ട് ബ്രേക്ക് ആകും. ഓക്കെ, ഈ ട്രിപ്പ് മെക്കാനിസം എന്ത് ചെയ്യും, ഓപ്പൺ ദ ബ്രേക്ക് ആൻഡ് ബൈ മെറ്റാലിക് കോണ്ടാക്ട് വിൽ നോട്ട് അലോ ദ ബ്രേക്ക് ടു റെസ്റ്റ് ഇൻസ്റ്റൻ്റലി. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇത് പിന്നെ ബെൻഡ് ചെയ്ത് ബ്രേക്കായിട്ട് നമ്മുടെ ഡിവൈസ് എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി അടുത്തത് എന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്, അതിൽ ഇലക്ട്രോ മെക്കാനിക്കൽ കോയിൽ ഉണ്ടാകും. അതായത് നമ്മളിപ്പം MCCBയിൽ പഠിച്ചു അല്ലേ, MCCBയിൽ ഒരു കോയിലും സെൻസിങ് കോയിലൊക്കെ പഠിച്ചു. ഇവിടെ എന്തുണ്ട്, നമുക്കിപ്പോൾ ഒരു ഓവർലോഡ് കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കേസിൽ ഒരു ഇൻപുട്ട് ഉണ്ട്, നമ്മൾ സ്വിച്ച് പറഞ്ഞു, ഇവിടെ എന്തുണ്ട്, ഒരു കോയിലുണ്ട്. ആ കോയിലിൽ എന്താണ്, ഒരു റിലേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഈ കോയിൽ കൂടിലുള്ള ഫ്ലക്സ് എന്ത് ചെയ്യും, ചേഞ്ച് സംഭവിക്കും. ആ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ റിലേ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. MCCBയിൽ അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ട്രിപ്പിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു കോയിലിന് പറഞ്ഞ പേരാണ് CT, അതായത് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയും. അപ്പോൾ ഇത് അണ്ടർ നോർമൽ കണ്ടീഷൻ എന്ത് ചെയ്യും, കറണ്ട് ട്രാൻസ്ഫോമർ ജനറേറ്റഡ് ലെസ് കറണ്ട്, ഹെൻസ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ജനറേറ്റഡ് ബൈ ദ കോയിൽ ഈസ് നോട്ട് ഇനഫ് ടു പുൾ ദി പ്ലങ്കർ. അതെന്ത് ചെയ്യും, നോർമൽ കേസിൽ എന്ത് ചെയ്യും, ഇവിടെ ഒന്നും സംഭവിക്കില്ല. അതായത് നോർമൽ കേസിൽ ഫ്ലക്സ് സംഭവിച്ച് ഇതാണ് കറണ്ട് പോയിട്ട് എന്ത് ചെയ്യും, നമുക്ക് നോർമൽ ഓപ്പറേഷൻ നടക്കും. ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും എന്ത് ചെയ്യും, ഫാൾട്ട് കണ്ടീഷൻ നടക്കും അല്ലേ. ഷോർട്ട് സർക്യൂട്ട് എന്നാൽ ഫാൾട്ട് കണ്ടീഷനാണ്. അപ്പോൾ എന്ത് ചെയ്യും, CT ജനറേറ്റ് ദ ഹൈ കറണ്ട് ആൻഡ് ദ കോയിൽ ക്രിയേറ്റ്സ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇത് എന്ത് ചെയ്യും, റിലേയിൽ പോയിട്ട് എന്ത് ചെയ്യും, പുൾസ് ദ പ്ലഗർ ആൻഡ് ഇറ്റ് വിൽ ട്രിപ്പ് ദ സർക്യൂട്ട് ഇൻസ്റ്റന്റേനിയസ്ലി. ഈ റിലേ വർക്ക് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, സർക്യൂട്ട് ബ്രേക്ക് ആകും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചത് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അതെങ്ങനെ ആൻസർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, നെയിം എനി 2 ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ദാറ്റ് കംസ് അണ്ടർ ദ മാൻഡറ്ററി സ്റ്റാർ ലാബലിംഗ് പ്രോഗ്രാം അല്ലേ. സ്റ്റാർ ലാബിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ. അതായത് ഇപ്പോൾ 5 സ്റ്റാർ ഫ്രിഡ്ജ് എന്ന് പറയും, ചിലപ്പോൾ 3 സ്റ്റാർ AC എന്ന് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റാർ ലാബലിംഗ് ഉപയോഗിച്ചിട്ടുള്ള 2 മെറ്റീരിയൽസിൻ്റെ പേര് ഇതാ. ഇത് മിക്കവാറും ഒരു മാർക്കിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാം. അതിൻ്റെ ആൻസർ എന്താണുള്ളത് നോക്കാം. ഹൗസ് ഹോൾഡ് റെഫ്രിജറേറ്റർ, അതായത് ഫ്രിഡ്ജാണ് ഉദ്ദേശിച്ചത്. റൂം എയർ കണ്ടീഷണർ, അതായത് AC. അതിൽ പത്ത് ട്യൂബുലാർ ഫ്ലോറസെൻ്റ് ലാമ്പ്. ഇതൊക്കെ എന്താണ്, സ്റ്റാർ ലാബിളിൽ വരുന്ന, ഇപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന സ്റ്റാർ ലാബിളുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ സിലബസ് പ്രകാരം നമ്മൾ റെഫ്രിജറേറ്റർ,
അതേ രൂപത്തിൽ ടെലിവിഷൻ, അതേ രൂപത്തിൽ ലൈറ്റിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബൾബ്. ഇതിൻ്റെയൊക്കെ എന്തുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, എനർജി സേവിങ് ടിപ്സ് അല്ലേ. ഈ 3 എനർജി ടിപ്സ് എന്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ, എക്സ്പ്ലെയിൻ എനി 6 എനർജി സേവിങ് ടിപ്സ് ഫോർ റെഫ്രിജറേറ്റർ എന്താണ്, ഫ്രിഡ്ജാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്രിഡ്ജിൽ നമ്മൾ ഒരു എനർജി സേവിങ് ഉപയോഗിക്കുന്ന ടിപ്സുകൾ എന്തെല്ലാമാണ്. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, ഓരോ പോയിന്റിലോട്ട് പോകാം. അതായത് ഫസ്റ്റ് എന്താണ്, അലോ ദ ഹോട്ട് ഫുഡ് ടു കൂൾ ഫസ്റ്റ്. അതെന്താ ചെയ്യുക, ചൂടുള്ള പദാർത്ഥങ്ങൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. എന്ത് ചെയ്യുക, ആദ്യം തണുത്തിട്ട് എന്ത് ചെയ്യുക, വെക്കുക. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ഡു നോട്ട് ഓവർ ഫിൽ ദ റെഫ്രിജറേറ്റർ എന്ത് ചെയ്ത് ഓവറായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. ഓക്കെ, മൂന്നാമത്തെ എന്താണ്, സെറ്റ് ദ റെഫ്രിജറേറ്റർ ടെമ്പറേച്ചർ ആസ് പെർ നീഡ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ ടെമ്പറേച്ചർ വെക്കാം. അതായത് കുറച്ച് വസ്തുക്കളുണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഹൈ ടെമ്പറേച്ചറിലോ ലോ ടെമ്പറേച്ചറിലൊക്കെ ആക്കി എന്ത് ചെയ്യുക, വെക്കാൻ പാടില്ല. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, റെഫ്രിജറേറ്ററിൻ്റെ ടെമ്പറേച്ചറിൽ മാറ്റം വരുത്താം. പിന്നെ അടുത്തെന്താ, ഡു നോട്ട് ഓപ്പൺ ദി റെഫ്രിജറേറ്റർ ഡോർ അൺനെസസറി. ആവശ്യമില്ലാതെ എന്ത് ചെയ്യുക, ഡോറ് ഓപ്പൺ ആക്കരുത്. കാരണം ഡോർ ഓപ്പൺ ആക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്ത്, റെഫ്രിജറേറ്ററിൻ്റെ ഹീറ്റ് വലിച്ചെടുക്കുന്നത് എന്ത് ചെയ്യും, അളവ് കൂടും. അതായത് ഡോർ തുറക്കുന്ന പറയുമ്പം സറൗണ്ടിങ് പാട് എന്ത് ചെയ്യും, അതിൽ പെടും. അപ്പോൾ എന്ത് ചെയ്യുക, അൺനെസസറി ആയിട്ട് ഡോറ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ്, ക്ലീൻ ദ റെഫ്രിജറേറ്റർ റെഗുലർലി ആൻഡ് ഗോ ഫോർ ദ സ്റ്റാർ ലേബിൾഡ് റെഫ്രിജറേറ്റർ അല്ലേ. സ്റ്റാർ ലേബിൾഡ് റെഫ്രിജറേറ്റർ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, റൈറ്റ് എനി 6 എനർജി സേവിങ് ടിപ്സ് ഫോർ ടെലിവിഷൻ. അപ്പോൾ ആദ്യം റെഫ്രിജറേറ്റർ പഠിച്ചു, ഇപ്പോൾ ടെലിവിഷൻ എന്താണ് പറയുന്നത്, പുട്ട് ഇൻ ടു ബാറ്ററി സെർവർ മോഡ് അല്ലേ. ബാറ്ററി സെർവർ മോഡിൽ വെക്കാം. ഇപ്പോൾ നമ്മൾ ഫോണൊക്കെ ചാർജ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാറ്ററി സെർവർ മോഡിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അതേ രൂപത്തിൽ ഇപ്പോൾ മോഡേൺ ടി വിയിൽ എന്തുണ്ട്, ഒരു ബാറ്ററി സെർവർ മോഡ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, യൂസ് ദ ലൈറ്റ് സെൻസർ. അതായത് നൈറ്റ് മോഡിൽ എന്ത് ചെയ്യും, സ്ക്രീനിൻ്റെ ലൈറ്റ് എന്ത് ചെയ്യും, ഡിമ്മാവുന്നത് കണ്ടിട്ടുണ്ട് പുതിയ ടെക്നിക് പ്രകാരം. അപ്പോൾ എന്ത് ചെയ്യുക, യൂസ് ദ ലൈറ്റ് സെൻസേഴ്സ്. പൊസിൻ്റെ ടി വി അവോയ്ഡിങ് ഡയറക്റ്റ് സൺലൈറ്റിന് എന്ത് ചെയ്യുക, സൂര്യപ്രകാശത്തിന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. കാരണം ഇപ്പോൾ വരുന്ന ടി വി പലതും ശ്രദ്ധിച്ചിട്ടുണ്ട്, LCDയും അതേ രൂപത്തിൽ LED ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായും, ലൈറ്റ് അതായത് സൺലൈറ്റ് തട്ടുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ റിയാക്ഷൻ നടന്നിട്ട് ഇതിൻ്റെ എഫിഷ്യൻസി കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തെന്താണ്, യൂസ് LED ആൻഡ് LCD സ്ക്രീൻ ആൻഡ് ഗോ ഫോർ സ്റ്റാർ ലേബലിംഗ് TV അല്ലേ. ഇത് കോമൺ ആണ് അല്ലേ. അത് രൂപത്തിൽ സ്വിച്ച് ഓഫ് വെൻ നോബഡി ഈസ് വാച്ചിങ്. അത് വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല, TV ഓപ്പൺ ചെയ്യാതിരിക്കുക. ഓക്കെ, അടുത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന 2 പ്രോബ്ലമാണ് ഉള്ളത്. സിമ്പിൾ പ്രോബ്ലമാണ്, പവർ കാണാനും അതേ രൂപത്തിൽ എനർജി കാണാനുള്ള പ്രോബ്ലം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുള്ളൂ. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ആൻ ഇലക്ട്രിക് അയൺ ടേക്സ് 4 ആംപിയർ ആൻഡ് 250 വോൾട്ട്. 4 ആംപിയർ എന്താണ്, കറണ്ട്, ആൻഡ് 250 വോൾട്ട് വോൾട്ടേജ് അല്ലേ. ഡിറ്റർമൈൻ ദി പവർ റേറ്റിംഗ് ഓഫ് ദിസ് അപ്ലയൻസ് ആൻഡ് ഫൈൻഡ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് ഇൻ ദി അയൺ യൂസ്ഡ് ഫോർ 90 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് ഇൻറ്റു വോൾട്ടേജ് അല്ലേ. അപ്പോൾ വോൾട്ടേജ് ആണ്, കറണ്ട് എത്ര അവിടെ തന്നത്, 4 ആംപിയർ ഇൻറ്റു വോൾട്ടേജോ 250 വോൾട്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1000 വോൾട്ട് എന്ന് കിട്ടും അല്ലേ. 1000 വാട്ട് എന്ന് കിട്ടിയത് പവർ. അപ്പോൾ പവറിൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് നമുക്കറിയാം എന്താണ്, കിലോ വാട്ടാണെന്ന് നമുക്കറിയാം. അപ്പം 1000 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 കിലോ വാട്ട് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി എനർജീൻ്റെ ഇക്വേഷൻ എന്താണ്, പവർ ഇൻറ്റു ടൈം എന്ന് പറയും അല്ലേ. അതായത് എനർജിയുടെ, ഇപ്പോൾ ഇലക്ട്രിക് എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കിലോ വാട്ട്. അത് പവറിൻ്റെ യൂണിറ്റ് കിലോ വാട്ടായി. ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹവർ, ഹവറിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ടൈം എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നത് എന്താണ്, 90 മിനിറ്റ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ടൈം മിനിറ്റിനുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മണിക്കൂറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
പവർ ഇൻറ്റു ടൈം ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ പവർ എന്താണ്, കിലോ വാട്ട് നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ് 1 കിലോ വാട്ട് അല്ലേ. അപ്പോൾ 1 കിലോ വാട്ട് ഇൻറ്റു ടൈം എന്താണ് 90 മിനിറ്റ്. അപ്പോൾ 90 മിനിറ്റിനെ മണിക്കൂറിലോട്ടാക്കാൻ എന്ത് ചെയ്യുക, 90 / 16. അപ്പോൾ എത്ര കിട്ടും, 1.5 കിലോ വാട്ട് ഹവർ എന്ന് കിട്ടും. ഓക്കെ, 1.5 കിലോ വാട്ട് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്ത് ഇവിടെ എത്ര ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്ത്. അപ്പോൾ എത്ര യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്ത്, 1.5 യൂണിറ്റ് കൺസ്യൂം ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് പഠിക്കാനുള്ളത് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇൻറ്റു വോൾട്ടേജ്, അതിൽ എനർജി എന്ന് പറഞ്ഞാലോ പവർ ഇൻറ്റു ടൈം. ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം എപ്പോഴും എന്തായിരിക്കും, ഹവറിലായിരിക്കും. പവർ എന്തായിരിക്കും, കിലോ വാട്ടിലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം എന്താണ്, എനർജി കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ഈസ് ദ ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ ഫോർ എൻ ഓഫീസ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്, 10 ഫ്ലൂറസെൻറ്റ് ലാമ്പ് ഈച്ച് ഓഫ് 40 വാട്ട് 8 hours പെർ ഡേ. 4 ഫാൻസ് ഈച്ച് ഓഫ് 6 watt വർക്കിംഗ് ഇൻ 8 hours പെർ ഡേ. അതേപോലെ 2 കൂളേഴ്സ് ഈച്ച് ഓഫ് 100 watts വർക്കിംഗ് ഇൻ 4 hours. നാലാമത്തെ 5 ലാംപ്സ് ഈച്ച് ഓഫ് 40 watts വർക്കിംഗ് 2 hours അല്ലേ. അപ്പോൾ നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്, കാൽക്കുലേറ്റ് ദ ഇലക്ട്രിസിറ്റി ബിൽ ഫോർ ദി മന്ത് ഓഫ് ഏപ്രിൽ അറ്റ് ദ റേറ്റ് ഓഫ് 5 per യൂണിറ്റ് അല്ലേ. യൂണിറ്റിന് 5 രൂപ വെച്ചാണ് എന്ത് ചെയ്യണം, ഏപ്രിൽ മാസത്തെ ടോട്ടൽ കറണ്ട് ബില്ല് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ എനർജി കണ്ടിട്ട് എനർജി എത്ര യൂണിറ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം എനർജി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, പവർ ഇൻറ്റു ടൈം എന്നാണ് അല്ലേ. അപ്പം പവർ ഇവിടുത്തെ പവർ എന്താണ് 40 വാട്ട് ഇൻറ്റു ടൈം, ഇവിടെ മണിക്കൂർ എന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, 10 ഫ്ലൂറസെൻറ്റ് ലാമ്പ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ 10 ഫ്ലൂറസെൻറ്റ് ലാമ്പ് ഈച്ച് ഓഫ് 40 വാട്ട് 8 hours വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും, ഒരു എനർജി കിട്ടും. ഇവിടെ ആണെങ്കിലോ 4 ഫാന് 60 വാട്ടിൽ 8 hours വർക്ക് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്കൊരു എനർജി കിട്ടും. ഇവിടെ ചെയ്യുമ്പോഴോ 2 കൂളറ് 60 വാട്ട്സ് 8 hours വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കുന്ന എനർജി കിട്ടും. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനിയാണെങ്കിലോ 5 ലാമ്പ് 40 വാട്ട്സിൽ എത്ര മണിക്കൂറാണ്, 2 hours ചെയ്യുമ്പോൾ എന്തിട്ടും നമുക്കൊരു എനർജി കിട്ടും. ഈ എനർജിയൊക്കെ കിട്ടുന്നത് നമുക്ക് കയ്യിലാണ്, കാരണം ഇവിടെ തന്നത് വാട്ട് അവറിലാണല്ലേ, വാട്ട് അവറിലാണുള്ളത്. അപ്പോൾ ഇതിനെന്താണ് നമ്മൾ കിലോ വാട്ട് ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം ഇങ്ങനെ കൺവേർട്ട് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് ഇതിൻ്റെ യൂണിറ്റിൽ കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ യൂണിറ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ യൂണിറ്റിനെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യും, ഒരു ദിവസത്തെ പൈസ കിട്ടും. അതിന് വീണ്ടും ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ എത്രയാണ്, 31 ദിവസം അല്ലേ. അപ്പോൾ 31 ദിവസം കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ടോട്ടൽ ബില്ല് കിട്ടും. ടോട്ടൽ ബില്ല് പറഞ്ഞാൽ ഏപ്രിൽ മാസം 31 ഇൻറ്റു 5 രൂപയാണ് അല്ലേ, ഒരു യൂണിറ്റിന് 5 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് ഈ യൂണിറ്റ് എന്ത് കിട്ടും, അത് ഗുണിച്ചാൽ എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടും. ഓക്കെ, ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ, എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് എന്തായാലും ഒരു 7 മാർക്ക് എന്ത് ചെയ്യുക, നമുക്കിത് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ്. നെയിം ദ നോഡൽ ഏജൻസി റെസ്പോൺസിബിൾ ഇംപ്ലിമെൻറ്റ് ദ സ്റ്റാർ ലാബിംഗ് പ്രോഗ്രാം ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ സ്റ്റാർ ലാബിംഗ് ചെയ്യുന്ന ഏജൻസി ഏതാണ്? ഇതൊരു ഒറ്റവാക്കിലൊക്കെ ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഏജൻസിൻ്റെ പേര്? ബ്യൂറോ ഓഫ് ഇലക്ട്രിക്കൽ എഫിഷ്യൻസി അഥവാ BEE എന്ന് പറയും. ഓക്കെ, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഓക്കെ, അടുത്തെന്താണ്? ഇല്ലുസ്ട്രേറ്റ് ദ BEE അല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, സ്റ്റാർ ലാബിംഗ് ആൻഡ് ഐഡൻറ്റിഫൈ ദ വേരിയസ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അതായത് സ്റ്റാർ ലാബിലിങ്ങിൻ്റെ ഡയഗ്രത്തിലുള്ള ഓരോ ടേംസിന് എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഒരു ഡയഗ്രം ഞാൻ അവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരു സ്റ്റാർ ലാബലിങ്ങിൻ്റെ
ഡയഗ്രാം. അപ്പോൾ ഇതിലുള്ള ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്താൽ നിങ്ങൾ ജസ്റ്റ് പേര് കൊടുത്താൽ മതി. ഫസ്റ്റ് എന്താണ് സ്റ്റാർ റേറ്റിംഗ്. സ്റ്റാർ റേറ്റിംഗ് എന്ന് എന്താണ്, നമ്മൾ എക്യുപ്മെൻറ്റ്സ് എത്രത്തോളം എഫിഷ്യൻസി എന്ന് കാണിക്കാനുള്ളതാണ് എന്ത് സ്റ്റാർ റേറ്റിംഗ് പറഞ്ഞെങ്കിൽ. ഈ ഒരു എക്യുപ്മെൻറ്റ്സ് എന്താണ് 3 സ്റ്റാർ എന്താണ് റെഡ് മാർക്കിലാണല്ലോ ഉള്ളത്. അതായത് ഇതെന്താണ് ഒരു 3 സ്റ്റാർ എക്യുപ്മെൻ്റാണെന്ന് പറയാം. ഓക്കെ. അടുത്തതാണ് എഫിഷ്യൻസി പാരാമീറ്റർ. അതായത് എഫിഷ്യൻസി പാരാമീറ്റർ എന്ത് ചെയ്യും, ഒരു ഗ്രീൻ ബാറിൽ എന്ത് ചെയ്യും നമുക്ക് കാണാം. അടുത്തെന്താണ് ലേബൽ പീരിയഡ്. പിന്നെ എന്ത് ഉണ്ടാകും, അതിൽ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉണ്ടാകും. അതായത് ഈ എക്യുപ്മെൻറ്റ്സിൻ്റെ എത്ര, അതിൻ്റെ എഫിഷ്യൻസി എന്താണ്, ഇത് എത്ര യൂണിറ്റ്സ് വരെ കറണ്ട് ഉപയോഗിക്കും, ഇതിൻ്റെ വോൾട്ടേജ് റേറ്റ്, കറണ്ട് റേറ്റ് ഒക്കെ എന്ത് ചെയ്യും ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഉണ്ടാകും. അടുത്തെന്താണ് ബ്രാൻഡ് മോഡൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, സാംസങ്, LG, അതൊക്കെ എന്ത് ചെയ്യും ഈ മോഡൽ ഉണ്ടാകും. അടുത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണുള്ളൊരു കാര്യമാണ് എന്ത് യുണീക്ക് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ യുണീക്ക് കോഡാണ് ആക്ച്വലി എന്ത് നമ്മുടെ BEE കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ഇതിൻ്റെ സിമ്പിളാണ് എന്ത് യുണീക്ക് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തുണ്ടാകും നമുക്ക് ഒരു സ്റ്റാർ ലാബലിങ്ങിൽ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ക്ലിയർ ആയെന്ന് കരുതുന്നുണ്ട്. ഒരു പ്രോബ്ലം ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കണ്ടെത്തണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ വാട്ടിലാക്കണം. അതേ രൂപത്തിൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കിലോ വാട്ട് ഹവറിൽ. അപ്പോൾ ഹവറാണ് ടൈം അല്ലേ. അപ്പോൾ ടൈമിന് എന്ത് ചെയ്യണം, നിങ്ങൾ ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. കുറേ തിയറി, പിന്നെ 2-3 പ്രോബ്ലം വീണ്ടും തിയറി. അപ്പോൾ തിയറി എന്ത് ചെയ്യണം, നിങ്ങൾ കുറേ വായിച്ച് തന്നെ പഠിച്ച് പോവുക. ഓക്കെ. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, എലമെൻ്ററി കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് ഇവിടെ. അതിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾസിൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, എന്താണ് സെക്കൻഡ് മൊഡ്യൂൾസിൽ ഒരു ഓവറോൾ ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്ത് ചെയ്ത് ഇലക്ട്രിക്കലിൻ്റെ എഫക്റ്റ്, ഷോക്ക് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റിയുടെ അപ്ലിക്കേഷൻസ് ആണ് അല്ലേ. അത് ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ നോക്കുകയാണെങ്കിൽ എല്ലാ മെഷീൻസുകളും വർക്ക് ചെയ്യാൻ ഇലക്ട്രിസിറ്റി വേണം നമ്മൾ പറയും. അപ്പോൾ എന്താണ് ലൈറ്റ് ഉണ്ട്, ഫാൻ ഉണ്ട്, അതുപോലെ കുക്കിംഗ് ഉണ്ട് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ അപ്ലിക്കേഷൻസായ ഫസ്റ്റത്തെ ബൾബ് അല്ലേ, ലാമ്പ് എന്ന് പറയും, ഇലക്ട്രിക്കൽ ലാമ്പ്. രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എഫക്റ്റ്. മൂന്നാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോളിസിസ്. ഇങ്ങനെ 3 ആപ്ലിക്കേഷനാണ് ഈ ഒരു മൊഡ്യൂൾസിൽ നമ്മൾ പഠിക്കുന്നത്. എല്ലാം തിയറി പോർഷനാണ്. അപ്പോൾ നല്ല പോലെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇല്ലസ്ട്രേറ്റ് അല്ലേ. ഇല്ലസ്ട്രേറ്റിന് എന്ത് ചെയ്യുക, ഇല്ലസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് ആൻ ഇൻകാൻഡസെന്റ് ലാമ്പ്. ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ എന്ത് ചെയ്യുക വർക്കിംഗ് വിശദീകരിച്ച് എഴുതാം. ഓക്കെ. അപ്പോൾ ആദ്യം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ എന്ത് ചോദിക്കും, ഇപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ അധികം നമുക്ക് എന്താണ് പിക്ചർ വിത്ത് വർക്കിംഗ് ആണ്. പിക്ചർ വരയ്ക്കുക, വർക്കിംഗ് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്താൽ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂൾസിലെ എല്ലാ ടോപ്പിക്സും വരുന്നത്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊഡ്യൂൾസിൽ എല്ലാ ബൾബിൻ്റെ ഫിഗർ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഓക്കെ. ഇതൊരു ഇൻകാൻഡസെന്റ് ലാമ്പാണ്. അപ്പോൾ ഇൻകാൻഡസെന്റ് ലാമ്പിൽ എന്തൊക്കെയുണ്ട്, ഒരു താഴെ ഭാഗം നോക്കുന്ന ഒരു ക്യാപ്പുണ്ട്, അതേ രൂപത്തിൽ ഒരു സ്റ്റെമ്മുണ്ട്. സ്റ്റെമ്മിൽ എന്തുണ്ട്, ഒരു ലീഡിങ് വയറിൻ്റെ അറ്റത്ത് നിന്നുണ്ട് ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റ് അല്ലേ. ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ട്. ഈ ഫിലമെൻറ്റിന് എന്തുണ്ട്, ഒരു സപ്പോർട്ടറായിട്ട് സ്റ്റെമ്മായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തുണ്ട്, ഒരു ഗ്ലാസ് ബൾബ്. അതിലൊരു ഗ്ലാസ് ബൾബിൻ്റെ ഉള്ളിൽ എന്ത് ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോബിൾ ഗ്യാസ് ആയിരിക്കും. അതായത് ഇനേർട്ട് ഗ്യാസായ ആർഗൺ, നിയോൺ ആയിരിക്കും എന്ത് ചെയ്യുക ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുക. ക്യാപ്പ്, സ്റ്റെമ്മ്, ലീഡ് വയർ, സപ്പോർട്ട് വയർ, ഫിലമെൻറ്റ്, ഗ്യാസ് ഫില്ലിംഗ്. ഗ്യാസ് ഏതൊക്കെയാണ്, ആർഗൺ ആൻഡ് നിയോൺ, അതിരൂപത്തെ ഗ്ലാസ് ബൾബ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് മുകളിൽ പറഞ്ഞത്. വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കുറച്ച് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് പറയുന്നത്. വർക്കിംഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിൻ്റാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെറ്റൽ അല്ലേ. ഇപ്പോൾ ടങ്സ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെറ്റലാണ്. മെറ്റൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഔട്ടർ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും ഹയർ എനർജി ലെവലിലോട്ട് എന്ത് ചെയ്യും
ജമ്പ് ചെയ്യും. പക്ഷെ ഹയർ എനർജി ലെവലിൽ എന്താണ്, അവർക്ക് എനർജി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഹയർ എനർജി ലെവൽ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യും, ലോവർ എനർജി ലെവലിലോട്ട് തന്നെ പോകും. പക്ഷെ ലോവർ ലെവലിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, അത് ഒരു എനർജിയെ എന്ത് ചെയ്യും, എക്സ്ട്രാ എനർജിയെ എന്ത് ചെയ്യും, അത് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന എനർജിയെ പറഞ്ഞ പേരാണെന്ത്, ഫോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഈ ടേം മനസ്സിലാക്കുക. ഫോട്ടോൺസ് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഫോട്ടോൺസ് എന്താ, എ പാക്കറ്റ് ഓഫ് ലൈറ്റ് എന്ന് പറയാം ഫോട്ടോൺസ്. ഓക്കെ, ഈ ഫോട്ടോൺസ് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനായിട്ട് എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. അതാണ് നമുക്ക് കിട്ടുന്ന ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, വർക്കിംഗ് എന്താണ്, ഇൻ കാൻസർ ലാബ് ഇലക്ട്രിക് കറന്റ് ഫ്ലോസ് ത്രൂ ദ തിൻ ആൻഡ് ഫൈൻ ഫിലമെൻറ്റ് എന്താണ്, ടങ്സ്റ്റൺ ടു പ്രൊഡ്യൂസ് എ വിസിബിൾ ലൈറ്റ് അല്ലേ. ആൻഡ് ഇൻ ദ കറണ്ട് റൈസസ് ടെമ്പറേച്ചർ ഫിലമെൻറ്റ് സച്ച് എക്സ്റ്റെൻഡ് ടു ദ ബിക്കംസ് ദ ലൂമിനസ്. കറണ്ട് കൂടുന്ന എന്ത് ചെയ്യും, ലൂമിനസ് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻകാൻസ് ലാമ്പിൻ്റെ ഫിഗർ നിങ്ങൾ പഠിക്കണം. പിന്നെ ഈ ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിക്കുക, പിന്നെ അതിൻ്റെ വർക്കിംഗ് നോക്കാം. ഓക്കെ, അടുത്തത് എന്താ ക്വസ്റ്റ്യൻ എന്താണ്, വീണ്ടും വേറൊരു ലാമ്പാണ് അല്ലേ. ഇല്ലസ്ട്രേറ്റ് ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഫ്ലൂറസെൻറ്റ് ലാമ്പ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്താണ്, ഫിഗർ തന്നെ. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഇതാണ് ഫിലമെൻറ്റ്. ഈ രണ്ട് ഫിലമെൻറ്റ് എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് ട്യൂബിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫിലമെൻറ്റിൻ്റെ അറ്റം വേറെ സപ്ലൈൻ്റെ ഭാഗം എന്ത് ചെയ്യും, നമ്മൾ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്ന് വരുന്ന എന്ത് ചെയ്യും, സ്വിച്ചിലോട്ട് പോകും. പിന്നെ എന്ത് ചെയ്യും, ചോക്ക് എന്ത് ചെയ്യുക, അടുത്ത ഫിലമെൻറ്റിൻ്റെ ഒരു ഇലക്ട്രോഡിലോട്ട് പോകും. മറ്റേ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, സ്റ്റാർട്ടർ കൂടെ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇലക്ട്രോഡിൽ കണക്ട് ചെയ്യും. ഓക്കെ, ഒന്നുമില്ല, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നാണ് പറഞ്ഞത്, ദ ലാമ്പ് ഈസ് ഫോം എ ലോങ് ട്യൂബ് അല്ലേ, ആൻഡ് കോട്ടഡ് വിത്ത് ഇൻസൈഡ് വിത്ത് എ ഫോസ്ഫറസ്. ഇതാണ് എന്ത്, ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫ്ലൂറസെൻ്റ് ആണ് ഫോസ്ഫറസ് പ്ലസ് മെർക്കുറി ആണ്. ഓക്കെ, ദ ട്യൂബ് കണ്ടെയ്ൻസ് എ സ്മോൾ എമൗണ്ട് ഓഫ് മെർക്കുറി ആൻഡ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ആർഗൺ ഗ്യാസ്. ആർഗൺ ഗ്യാസ് എന്നതാണ് നമ്മൾ നോബിൾ ഗ്യാസ് പഠിച്ചത് അല്ലേ. ആൻഡ് ഈച്ച് ഓഫ് ദ ട്യൂബ് ഈസ് ഇലക്ട്രോഡ്സ് ആർ സ്പൈറൽ ഫോം മെയ്ഡ് എ ടങ്സ്റ്റൺ. സെയിം അല്ലേ, നമ്മൾ ഇപ്പം പിന്നെ ഇൻകാൻസർ ലാമ്പിൽ പഠിച്ച പോലെ തന്നെ അതിന് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് തന്നെയാണ് എന്ത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും, ദ ചോക്ക് ഈസ് കണക്റ്റഡ് സീരീസ് ആൻഡ് വിത്ത് എ ട്യൂബ് ഫിലമെൻറ്റ്. ഓക്കെ, പിന്നെ അടുത്തെന്താണ്, പിന്നെ ഫിലമെൻറ്റ് കണക്റ്റഡ് വിത്ത് എ സ്റ്റാർട്ടർ. അപ്പോൾ ഫിഗർ നമ്മൾ പഠിച്ചാൽ എന്ത് ചെയ്ത്, അതിൻ്റെ ഓരോ പോർഷൻസ് എഴുതിയാൽ തന്നെ എന്ത് ചെയ്ത്, അതിൻ്റെ കൺസ്ട്രക്ഷനായി അല്ലേ. ഫിലമെൻ്റ് ഉണ്ട്, ടങ്സ്റ്റനാണ്, പിന്നെ അതിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യും, ഒരു ലോങ് ട്യൂബ് ഉണ്ട് എന്ന് പറഞ്ഞ് ആ ലോങ് ട്യൂബ് ഇപ്പോൾ ഫ്ലൂറസെൻ്റ് ലാമ്പ് ആയതുകൊണ്ട് ഒരു ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോസ്ഫറസും സ്മോൾ എമൗണ്ട് ഓഫ് മെർക്കുറിയും അതിൻ്റെ രൂപത്തിൽ എന്തുണ്ട്, ഒരു ഇനേർട്ട് ഗ്യാസ് ഉണ്ട്. പിന്നെ ഇൻകാൻസർ ലാമ്പിൻ്റെ പുറമെ എന്തൊക്കെയുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോക്കുണ്ട്, അതിൻ്റെ രൂപത്തിൽ ഒരു സ്റ്റാർട്ടറുണ്ട്. ഡൗട്ടില്ലല്ലോ. ഇനി അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന്, വർക്കിംഗ് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യും, ദ സ്റ്റാർട്ടർ ഈസ് കോൾഡ് ദ ഇലക്ട്രോഡ് ആർ ഓപ്പൺ അല്ലേ. അതായത് കറണ്ട് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ദ വോൾട്ടേജ് ആക്ട് ആസ് എ സ്റ്റാർട്ടർ അല്ലേ. ദ ഗ്ലോ ഡിസ്ചാർജ് ഗെറ്റ് ഇൻ ദി സ്റ്റാർട്ടർ വിച്ച് വാംസ് ഇലക്ട്രോഡ്സ് ആൻഡ് കോസസ് ദി ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ടച്ച് ദ ഇലക്ട്രോഡ്സ്. അതെന്ത് ചെയ്യും, ഈ സ്റ്റാർട്ടർ എന്താ ഒരു ബൈ മെറ്റാലിക് സ്ട്രിപ്പാന്ന് പറഞ്ഞ്. അപ്പോൾ എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്ത് എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് എന്ത് ചെയ്യും, ക്ലോസ് ആക്കിയിട്ട് കറണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ഫിലമെൻറ്റ് കൂടെ എന്ത് ചെയ്യും, കടത്തി വിടും. അപ്പോൾ സർക്യൂട്ട് ബിക്കം ദേ കംപ്ലീറ്റഡ് ആൻഡ് കറണ്ട് ഫ്ലോ ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഈ ഒരു ഫിലമെൻറ്റ് എന്ത് ചെയ്യും, കറണ്ട് കടത്തി വിട്ട് ഹീറ്റ് ആകും. അപ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺസുകൾ എമിറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തെന്താണ്, ദ സ്റ്റാർട്ടർ വോൾട്ടേജ് ഫാൾസ് സീറോ ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടർ വോൾട്ടേജ് സീറോ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ബൈ മെറ്റാലിക് സ്ട്രിപ്പ് ഓപ്പൺ ആകും. അപ്പോൾ എന്ത് ചെയ്യും, ബൈ മെറ്റാലിക് സ്ട്രിപ്പ് കൂളായിട്ട് എന്ത് ചെയ്യും, അത് ഓപ്പൺ ആകും. പിന്നീട് ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസുകൾ കടത്തി വിട്ട് അവിടെ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രിക് പ്രവാഹം ഉണ്ടാകും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ലൈറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടർ സ്വിച്ച് ഓപ്പൺ ആൻഡ് ഇൻ്ററപ്റ്റ് ദി കറണ്ട് ഇൻ ദി സർക്യൂട്ട് കോസിങ് എ വോൾട്ടേജ് സർജ് ഇൻ ദി ചോക്ക്. ദിസ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദി ലാമ്പ് ഇലക്ട്രോൺസ്. ഈ ലാമ്പ് ഇലക്ട്രോൺസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു വോൾട്ടേജ് ഫ്ലോ ചെയ്യും. ആൻഡ് ദ ലാമ്പ് ഈസ് ലൈറ്റ് അപ്പ് ഇമ്മീഡിയറ്റ്ലി. എന്ത് ചെയ്യും, ആ ഇലക്ട്രോൺസുകൾ കടത്തി വിട്ട് എന്ത് ചെയ്യും, അത് ഈ ഗ്ലാസ് റോഡിലുള്ള ഫ്ലൂറസെൻ്റ് പദാർത്ഥത്തിൽ എന്ത് ചെയ്യും, അത് ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്കൊരു വിസിബിൾ ലൈറ്റായിട്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്ലൂറസെൻ്റ് ലാമ്പിൽ എന്തൊക്കെ പഠിക്കണം, ആ ഫിഗർ പഠിക്കുക, ആ പാർട്ടുകളെ അധികം പഠിക്കുക. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്തൊരു ലാമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. എക്സ്പ്ലെയിൻ ദ നീറ്റ് സ്കെച്ച്. കണ്ടാ, നീറ്റ് സ്കെച്ച് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് LED ലാമ്പ്. LED ഫുൾ എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയും അല്ലേ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഫിഗർ വരയ്ക്കണം. രണ്ട് പോർഷൻ ഉണ്ട് അല്ലേ, ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് സൈഡിനെ പറഞ്ഞാൽ പി ടൈപ്പ്, നെഗറ്റീവ് ടൈപ്പ് പറഞ്ഞാൽ എൻ ടൈപ്പ്. പി ടൈപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ, അതേ രൂപത്തിൽ നെഗറ്റീവ് ടൈപ്പിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിലായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് LED ഒരു ഫോർവേഡ് ബയാസ്ഡ് ആണെന്ന് അല്ലേ. എന്താണ് ഫോർവേഡ് ബയാസ്ഡ്? ഫോർവേഡ് ബയാസ് എന്നിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ കണ്ടില്ലേ, എക്സ്റ്റേണൽ സോഴ്സിൽ എന്തുണ്ട്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഫോർവേഡ് ബയാസ് എന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ടെർമിനൽ ഡയോഡിൻ്റെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ നെഗറ്റീവ് ടെർമിനൽ എന്താണ്, ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നതിന് പറഞ്ഞതാണ് ഫോർവേഡ് ബയാസ്ഡ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ LED വർക്ക് ചെയ്യുന്നതാണ് ഒരു ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോക്കാം. ദ LED ഈസ് കണക്റ്റഡ് ഇൻ ദി ഫോർവേഡ് ബയാസ്ഡ് വിച്ച് അലൗസ് ദി കറണ്ട് ടു ഫ്ലോ ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. എന്ത് ചെയ്യും, ഫോർവേഡ് ഡയറക്ഷൻ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് ബിക്കോസ് ദി മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇലക്ട്രോൺസ് ഒരു ഡയറക്ഷനിലാണ്, ഈ കറണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക, മൂവ് ചെയ്യാം. അതറിയില്ല എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെ ദ റീകോമ്പിനേഷൻ അതായത് ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യും, അതേപോലത്തെ ഹോൾസ് മൂവ് ചെയ്യും. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിമുട്ടുകയും റീകമ്പൈൻ ചെയ്യും. ഇങ്ങനെ റീകമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് മൂവ് ഫ്രം ദ കണ്ടക്ഷൻ ബാൻഡ് ടു ദി വാലൻസ് ബാൻഡ് ആൻഡ് ദെൻ എമിറ്റ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺസ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, ലൈറ്റ് എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ സിമ്പിൾ ശ്രദ്ധിക്കുക. ഇതാണെന്ത്, ഇതിൻ്റെ ഒരു LED സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയോഡ് ഉണ്ടാവും, പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ. അതിലൂടെ എന്ത് ചെയ്യും, ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, ഒരു 2 ആരോ മാർക്ക് എന്ത് ചെയ്യുക, കൊടുക്കാം. ഇതാണ് ഒരു LEDയുടെ ഒരു ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലപ്പോൾ ഒരു മാർക്ക് നിങ്ങൾക്ക് വരക്കാം, ചോദിക്കാം. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനുമറേറ്റ് ദ ടൈപ്സ് ഓഫ് സോഡിയം വേപ്പർ ലാമ്പ് അല്ലേ. അടുത്തൊരു ലാമ്പാണ് എന്ത്, സോഡിയം വേപ്പർ ലാമ്പ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയുണ്ട്, ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ് ആൻഡ് ലോ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹൈ പ്രഷറിന് എന്ത് പറയും, HPSV എന്ന് പറയും. അതൊരു പറ്റി ലോ പ്രഷറിനോ LPSV ലാമ്പ് എന്ന് പറയും. ഓക്കെ, അടുത്ത ദിവസം എന്താണ്, ഡ്രോ ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് സോഡിയം വേപ്പർ ലാമ്പ് ആൻഡ് ലേബൽ ദ പാർട്സുകൾ എന്ത് ചെയ്യുക, ലേബൽ ചെയ്യാം. ഓക്കെ, ഒന്നുമില്ല നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ സെയിം പറഞ്ഞ രൂപത്തിൽ 2 ഫിലമെൻ്റ് ഉണ്ട്. ഈ 2 ഫിലമെൻറ്റിന് എന്തുണ്ട്, കണക്ട് ചെയ്തിട്ട് ട്യൂബുണ്ട്. ഈ ട്യൂബിൽ എന്തുണ്ടാകും, ഇപ്പോൾ സോഡിയം വേപ്പർ ലാമ്പ് ആയതുകൊണ്ട് ഒരു നിയോണിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു സോഡിയവും പാടെ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. ഫിഗർ മാത്രം പഠിച്ചാൽ എന്ത് ചെയ്യുക, ഈ ഒരു പാർട്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ നമ്മളിപ്പം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റിയുടെ ലൈറ്റിംഗ് എഫക്റ്റാണ് അല്ലേ. ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ അടുത്ത ആപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, സ്റ്റേ ദ ഫാരഡേ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോലിസിസ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫാരഡേ ലോസ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഫാരഡേ ലോസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ കുറച്ച് ഫാരഡേ ലോസ് പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഇലക്ട്രോലിസിസിലുള്ള ഫാരഡേസ് ലോ. ഓക്കെ, ആക്ച്വലി എന്താണ് ഇലക്ട്രോലിസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇലക്ട്രോലൈറ്റിനെ മാറ്റാം. ഇലക്ട്രോലൈറ്റിൽ നമ്മളൊരു കറണ്ട് കടത്തിവിടുമ്പോൾ എന്ത് ചെയ്യും, അത് കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് എന്ത് ചെയ്യും, ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലിസിസിൻ്റെ ഒരു ഫസ്റ്റ് ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഫ്രം ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ എ ഗിവൺ ടൈം ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിങ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. അതായത് ഒരു ഇലക്ട്രോലൈറ്റ് കൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ എന്ത് ചെയ്യും, ആ ഇലക്ട്രോലൈറ്റ് വിഘടിക്കും. അതിൻ്റെ എന്ത് ചെയ്യും, ഓരോ മോളിക്യൂൾസ് ആണല്ലോ, ഇപ്പോൾ കോമ്പൗണ്ട്സ് ആണ്, ഒരുപാട് മോളിക്യൂൾസ് ആണ്. ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യും, വിഘടിച്ച് എന്ത് ചെയ്യും, അത് ഫ്രീ അയോൺസുകളായിട്ട് മാറും. എന്നിട്ട് ഈ ഒരു ഫ്രീ അയോൺസിൻ്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഇലക്ട്രോലൈറ്റ് കൂടെ പോകുന്ന കറണ്ടിന് എന്താണ്
പ്രൊപ്പോർഷനാണ്. കറണ്ട് ഇൻ എ പെർട്ടിക്കുലർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ ഐ ടി എന്ന് പറയും. ഐ ടിക്ക് എന്താണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷനൊക്കെ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സെഡ് ഇൻറ്റു ഐ ടി എന്ന് പറയും. ഈ സെഡ് എന്ന് പറയുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച് വെക്കണം. എം സീക്വൽ ടു സെഡ് ഐ ടി. ഒന്നുമില്ല, എന്താണ് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സെഡ് നമ്മൾ ഒഴിവാക്കി എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിങ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി ഫോർ അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസിൻ്റെ 4 അപ്ലിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് എന്താ ഇലക്ട്രോ ഡെപ്പോസിഷൻ, രണ്ടാമത്തതോ ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇലക്ട്രോ മെറ്റലൈസേഷൻ. ഇലക്ട്രോ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റലിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, പറ്റിപ്പിടിപ്പിക്കുക. അപ്പോൾ നമ്മളിപ്പം പിന്നെ കടകളിൽ കണ്ടിട്ടുണ്ടല്ലേ, 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞാഭരണം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അതെന്താണ്, ഒരു സ്വർണ്ണത്തിൻ്റെ കളറിലെ കോട്ടിങ് എന്ത് ചെയ്യും, നമ്മൾ മറ്റൊരു എലമെൻസിൻ്റെ ഇതിപ്പോൾ നമ്മളിപ്പം സ്പോർട്സിനൊക്കെ പോയാൽ എന്ത് ചെയ്യും, മെഡൽ കണ്ടിട്ടുണ്ട്. ആ മെഡലൊക്കെ എന്താണ് ഒരു ഇലക്ട്രോ ഡീപ്പോസിഷൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുക അതുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് എനി ഫോർ അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇലക്ട്രോ ഡീപ്പോസിഷൻ, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇലക്ട്രോ മെറ്റലൈസേഷൻ, അതേ രൂപത്തിൽ ഇലക്ട്രോ ഫേസിങ് ആൻഡ് ഇലക്ട്രോ ഫോമിങ്. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഡെപ്പോസിഷൻ ഓഫ് കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓർ അനദർ മെറ്റൽ നോർമലി ഇലക്ട്രിക്കലി ഈസ് കോൾഡ്. അല്ലേ, അതെന്താണ് നമ്മൾ പറഞ്ഞു, ഇലക്ട്രോ ഡീപ്പോസിഷൻ എന്ന് പറയും. ഇത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ എന്ത് ചെയ്യുക, ഇലക്ട്രോ ഡീപ്പോസിഷൻ, ഇലക്ട്രോളിസിസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു മെറ്റലിൻ്റെ മുകളിൽ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതിന് പറഞ്ഞവരാണ് ഇലക്ട്രോ ഡീപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഡോക്ടറില്ല. അടുത്ത ദിവസം എന്താ, ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടർ എഫക്റ്റിംഗ് ദി ക്വാളിറ്റി ഓഫ് ഇലക്ട്രോ ഡീപ്പോസിഷൻ പ്രോസസ്സ്. ഡീപ്പോസിഷൻ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഒരു കറണ്ട് കടത്തി വിടുക, ഈ കൂടെ ഒരു ഇലക്ട്രോലൈറ്റ് കൂടെ അല്ലേ. അപ്പോൾ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, കറണ്ട് ഡെൻസിറ്റി, ടെമ്പറേച്ചർ, അത് രൂപത്തിൽ ഇലക്ട്രോണിൻ്റെ കണ്ടക്ടിവിറ്റി, പിന്നെ ഇലക്ട്രോലൈറ്റിൻ്റെ എന്ത് ചെയ്യും, കോൺസെൻട്രേഷനെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെന്താണ് അഡിഷൻ ഏജൻറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഇലക്ട്രോളിസിസ് ആൻഡ് സമ്മറൈസ് എനി ഫോർ അപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ്. അല്ലേ, അപ്പോൾ അത് നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതെന്താണ്, ഇലക്ട്രോളിസിസ് എന്നാണ് എന്താ, ദ പ്രോസസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ക്യാൻ പ്രൊഡ്യൂസ് കെമിക്കൽ ചേഞ്ചസ് ഈസ് കോൾഡ് ഇലക്ട്രോളിസിസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്, നമ്മളിതിന് മുന്നേ പഠിച്ച് ഇലക്ട്രോ ഡീപ്പോസിഷൻ, പ്ലേറ്റിംഗ്, ഇലക്ട്രോ ഫേസിങ്, ഇലക്ട്രോ ഫോം, ഇലക്ട്രോ മെറ്റലർജി അല്ലേ ഒക്കെ പഠിച്ച്. ഇനി അടുത്തത് എന്താണ്, ലിസ്റ്റ് എനി 2 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ മോഡ്സ് ഇത് നമ്മളിപ്പം കുറേ കേട്ടിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ്, കണ്ടക്ഷൻ, കൺവെക്ഷൻ, അതേ രൂപത്തിൽ റേഡിയേഷൻ. കണ്ടക്ഷൻ നടക്കുന്നതിലാണ് നമ്മൾ സോളിഡ്സിലാണെന്ന് പറയും അല്ലേ. ഒരു സോളിഡ്സ് കണ്ടക്ടറിലാണ് എന്ത് ചെയ്യുക, കണ്ടക്ഷൻ നടക്കുക. കൺവെക്ഷൻ ആണെങ്കിലോ ഒരു ലിക്വിഡിൽ നടക്കുന്നതാണ് എന്ത്, ഒരു കൺവെക്ഷൻ. റേഡിയേഷൻ ആണെങ്കിലോ എയറിൽ. ഇതിനെന്ത് ചെയ്യേണ്ട, മീഡിയം ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതൊക്കെയാണ്, കണ്ടക്ഷൻ, കൺവെക്ഷൻ, അത് രൂപത്തിൽ റേഡിയേഷൻ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് കൺവെക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. കൺവെക്ഷൻ ഓഫ് മോഡ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നാൽ എന്ത്. അപ്പോൾ എന്താണ്, ഒരു പോയിന്റ് നമുക്ക് ആദ്യം തന്നെ പഠിച്ചെന്താണ്, അത് എല്ലാം നടക്കുന്നത് ലിക്വിഡിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫ്ലൂയിഡിൽ എന്ന് പറയും അല്ലേ, ഫ്ലൂയിഡ്സിൽ. അപ്പോൾ ദ കൺവെക്ഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തിൻ എ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി കണ്ടക്ഷൻ ചോദിക്കുകയാണെങ്കിലോ വിത്തിൻ എ സോളിഡ് ഓർ കണ്ടക്ടർ എന്ന് പറയും. റേഡിയേഷൻ ചോദിക്കുകയാണെങ്കിലോ എയർ ഓർ നോ മീഡിയം എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലിസ്റ്റ് എനി 6 റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് ഹീറ്റിംഗ് എലമെൻറ്റ്. ഒരു ഗുഡ് ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ 6 റിക്വയർമെൻറ്റ് എഴുതാം. ഓക്കെ, ഇത് നമ്മൾ കണ്ടക്ടറിലും പഠിച്ച അതേ പോയിൻറ്റ്സാണ് എന്ത് ചെയ്യണത് ഇവിടെ നോക്കുക അല്ലേ. എന്താണ്, ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ, അതുപോലെ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, ഹൈ ഓക്സിഡൈസിങ് ടെമ്പറേച്ചർ, ദ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഡക്റ്റിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, അതുപോലെ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്. ഇത്രയും പോയിൻ്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തെന്താണ്, ലിസ്റ്റ് എനി 2 ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്. ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൻ്റെ 2
ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? മെൽറ്റിംഗ് ഓഫ് മെറ്റലിനെ എന്ത് ചെയ്യുക, ഉരുക്കാൻ സഹായിക്കും. പിന്നെ മോൾഡിങ് ഓഫ് ഗ്ലാസ്സിന് എന്ത് ചെയ്യുക, ഷേപ്പൊക്കെ എടുത്ത് ഉണ്ടാക്കാൻ പറ്റും. അതായത് ബേക്കിംഗ് ഓഫ് ഇൻസുലേറ്റർ, അത് ഇൻസുലേറ്ററിൻ്റെ മാനുഫാക്ചറിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് വെൽഡിങ്. ഓക്കെ, അതാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് എനി 6 അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ്. ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൻ്റെ 6 മേന്മകൾ എഴുതാൻ പറഞ്ഞത് അല്ലേ, അതിനോടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹീറ്റ് സ്റ്റൗ ആലോചിക്കുക അല്ലേ. ഹീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കും, നമ്മൾ വിറക് കത്തിക്കാറുണ്ട്. അതിൽ രൂപത്തിലൊരു കരണ്ടടുപ്പുണ്ട്. അപ്പോൾ ഈ കരണ്ടടുപ്പും സാധാ അടുപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. എന്താണ്? പൊല്യൂഷൻ ഫ്രീ. ഇപ്പോൾ വിറക് കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പുക ഉണ്ടാവും. പക്ഷേ ഇവിടെ പുക കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം എന്താണ്, ഒരു ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പൊല്യൂഷൻ ഫ്രീ ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാം അല്ലേ. അതേ രൂപത്തിൽ യൂണിഫോം ഹീറ്റിംഗ് ആയിരിക്കും. അതായത് ഇപ്പോൾ കറണ്ടടുപ്പിൽ എന്ത് ചെയ്യും, ഹീറ്റ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. പക്ഷേ മറ്റൊരുത്ത് ഈക്വൽ അല്ലല്ലോ. അതായത് യൂണിഫോം ഹീറ്റിംഗ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഹീറ്റിംഗ് ഉണ്ടാവുക. പിന്നെ ചീപ്പർ ആൻഡ് ലോ ഇനീഷ്യൽ കോസ്റ്റ്, ഹൈ എഫിഷ്യൻസി, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ, അതിലൂപത്തെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, അതിലൂപത്തെ ഹൈ എഫിഷ്യൻസി ആയിരിക്കും. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൽ നമ്മൾ പല ടൈപ്സ് പഠിച്ചിട്ടുണ്ടല്ലേ. ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, അതേ രൂപത്തിൽ ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ഡൈഇലക്ട്രിക് ഹീറ്റിംഗ്, ഇങ്ങനെ 4 പഠിക്കുന്നുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലസ്ട്രേറ്റ് ദ ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെത്തേഡ് അല്ലേ. ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മെത്തേഡിന് എന്ത് ചെയ്യുക, വിശദീകരിച്ച് ചെയ്താൽ. അപ്പം റെസിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത്, റെസിസ്റ്റൻസിൻ്റെ ഹീറ്റിംഗ് ലോസ് ആണ് അല്ലേ. ആ ലോസ് എന്താണ്, I² R ലോസ്. നമ്മൾ മുന്നേ പഠിച്ചില്ലേ, I² R ലോസ് ആണ് ആക്ച്വലി എന്ത് ഇവിടെ ഹീറ്റിംഗ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഫിഗർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മോഡ്യൂളാണ് ഏറ്റവും കൂടുതൽ ഫിഗർ ഉള്ളത്. ഫിഗറൊക്കെ പഠിച്ച് അതിൻ്റെ ഓരോ പാർട്സ് മനസ്സിലാക്കണം. ഫിഗർ വരച്ചാൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മാക്സിമം സ്കോർ എന്ത് ചെയ്യുക, ആ ഒരു ഫിഗറിന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യാം. ഓക്കെ, ഫിഗർ നോക്കുകയാണെങ്കിൽ എന്തുണ്ട്, 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ഉണ്ട്, അതിൻ്റെ രൂപത്തിൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇതിൻ്റെ സപ്ലൈ എന്താണ്, DC-ക്കും കൊടുക്കുക, അതിൻ്റെ രൂപത്തിൽ AC-ക്കും കൊടുക്കാം. പിന്നെ അതെന്ത് ചെയ്യാണ്, ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഏത് വസ്തുവാണോ ചൂടാക്കേണ്ടത് അതിനെന്താ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാണ് അല്ലേ. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യണേ, അതിനെ പറഞ്ഞ പേരാണ് ചാർജ് എന്ന് പറയുന്നത്. ഈ മെറ്റീരിയലിനെ പറഞ്ഞ പേരാണ് ചാർജ് ഓർ മെറ്റീരിയൽ എന്ന് പറയും. ഓക്കെ, പിക്ചർ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി അതിൻ്റെ ഇത് നോക്കാം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താ നോക്കാം അല്ലേ. ഇൻ ദിസ് മെത്തേഡ് മെറ്റീരിയൽ ഓർ ചാർജ് ടു ബി ട്രീറ്റഡ് ആസ് എ റെസിസ്റ്റൻസ് ആൻഡ് കറൻറ്റ് ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ്. ദ ഇലക്ട്രോഡ്സ് ആർ ഇൻസേർട്ടഡ് ഇൻ ചാർജർ. അതായത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാണ്, ഇൻസേർട്ട് ചെയ്യാണ്. മൂന്നാമത്തെ എന്താ, ഇലക്ട്രോഡ് ആർ കണക്റ്റഡ് ടു എയ്തർ AC ഓർ DC സപ്ലൈ ആൻഡ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ കറണ്ട് പാസ്ഡ് ത്രൂ ഇറ്റ്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് വെൻ കറണ്ട് പാസ്ഡ് ത്രൂ ഇറ്റ് ആണ് എന്താണ്, ഇതൊരു I² R ലോസ് ആണ് നടക്കുന്നത് അല്ലേ. ഓക്കെ, ദിസ് മെത്തേഡ് ഹാസ് ഹൈ എഫിഷ്യൻസി ആണ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ എന്താണ്, സാൾട്ട് ബാത്ത് ഫർണസ് അതിന് എക്സാമ്പിളാണ്. അതേ രൂപത്തിൽ നമ്മുടെ റെസിസ്റ്റൻസ് വെൽഡിങ് അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിങ്ങും ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഡയറക്റ്റ് ചോദിച്ചാൽ എന്ത് ചെയ്യുക, ഈ ഒരു പോയിൻ്റ് എഴുതാം, ഇൻഡയറക്റ്റ് ചോദിച്ചാൽ ഈ ഒരു പോയിൻ്റ് എഴുതാം. 2 ഡിഫറൻസ് ചോദിച്ചാലോ ഇത് ടാബിളാക്കി എഴുതുകയും ചെയ്യാം. ഓക്കെ, ഫിഗറിന് തന്നെ മനസ്സിലാക്കാം. അതായത് ഡയറക്റ്റ് എന്താണ്, ഡയറക്റ്റായിട്ട് ഒരു ഇലക്ട്രോഡ് എന്ത് ചെയ്യാണ്, നമ്മൾ കണക്ട് ചെയ്യാണ്. പക്ഷേ ഇൻഡയറക്റ്റ് ആകുമ്പോഴോ നമ്മൾ ഒരു ചേമ്പറിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോഡ് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോഡ് ഈ ഒരു ചേമ്പർ ഹീറ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് ഈ ഒരു ചാർജറും മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്, ഹീറ്റാകുന്നത് അല്ലേ. ഓക്കെ, പോയിന്റിലോട്ട് വെക്കാം. ഡയറക്റ്റ് റെസിസ്റ്റൻസ് എന്താണ്,
ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ മെറ്റീരിയൽസ് ടു ബി ഹീറ്റഡ്. ഇവിടെ എന്താണ്? ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ റെസിസ്റ്റീവ് മെറ്റീരിയൽ പ്ലേസ്ഡ് ഇൻസൈഡ് എ ചേമ്പർ. ചേമ്പറിൻ്റെ അകത്ത് എന്താണ്? ഇലക്ട്രോഡ് വെച്ചിട്ട് അതിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ. ഇനി ഡയറക്റ്റ് ഹീറ്റിൽ എന്താണ്? മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കണ്ടക്ഷൻ. അതായത് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? കണ്ടക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുക? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ ഇവിടെ എന്താണ്? കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. കണ്ടക്ഷനും നടക്കും, കൺവെക്ഷനും നടക്കും, അതേപോലെ റേഡിയേഷനും നടക്കും. ഓക്കെ. എക്സാമ്പിൾ എന്താണ്? സാൾട്ട് ബാത്ത് ഫർണസ് റെസിസ്റ്റൻസ് വെൽഡിങ്. ഏത്? ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിൻ്റെ എക്സാമ്പിൾ. എന്നാൽ ഇൻഡയറക്റ്റ് ആണെങ്കിലോ റൂം ഹീറ്റർ, അതേപോലെ ഡൊമസ്റ്റിക് കുക്കിംഗ്. റൂം ഹീറ്റർ എന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? റൂം ചൂടാവുക അല്ലേ? അപ്പോൾ എന്താണ്? അതൊരു കൺവെക്ഷൻ മെത്തേഡാണ്. പിന്നെ ഡൊമസ്റ്റിക് ഹീറ്റിംഗ് ആണെങ്കിലോ അതൊരു കൺവെക്ഷനാണ്. കണ്ടക്ഷനാണ്, ഇത് കൺവെക്ഷനാണ്. ഓക്കെ, ഡൗട്ടില്ലല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് അല്ലേ? ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് ഇത് ഡയഗ്രാം. അപ്പോൾ ഇതിനും എന്തുണ്ട്? ഡയഗ്രാം ഉണ്ട്. ഡൈ ഇലക്ട്രിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ പഠിച്ചിട്ടുള്ളത് ഒരു കപ്പാസിറ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ? കപ്പാസിറ്റർ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാകും അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ പ്രിൻസിപ്പിൾ ആണെന്ത് നമ്മുടെ ഈ ഒരു ഡൈ ഇലക്ട്രിക് ഹീറ്റിങ്ങിലും നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒരു പോസിറ്റീവ് ചാർജ് മെറ്റാലിക് പ്ലേറ്റ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ചാർജ് മെറ്റാലിക് പ്ലേറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഏത് പദാർത്ഥമാണ് നമുക്ക് ഹീറ്റ് ചെയ്യേണ്ടത് അതെന്ത് ചെയ്യും? നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, ഡൗട്ടില്ലല്ലോ? ഇനി ഇതിൻ്റെ വർക്കിംഗ്, ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം അല്ലേ? When the capacitor is subject to sinusoidal voltage, the current draw by the leading the voltage by 90 degree. അതായത് വോൾട്ടേജ് ഡയറക്ഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും? കറണ്ട് 90 ഡിഗ്രി എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. ഈ ലീഡിങ് എഫക്റ്റ് എന്ത് ചെയ്യും? ഈ ലീഡിങ് കറണ്ട് ആൻഡ് വോൾട്ടേജ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് എ പവർ ലോസ് ഇൻ ദി ഡൈ ഇലക്ട്രിക് ഇൻ ദി കപ്പാസിറ്റർ അല്ലേ? ഈ കപ്പാസിറ്ററിൻ്റെ ഇടയിലുള്ള ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽസിൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു ലോസ് സംഭവിക്കും. അതായത് ഇവിടെ ഉപയോഗിക്കുന്ന നമ്മളിപ്പോൾ ഏത് മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത് ആ മെറ്റീരിയൽസിൽ എന്ത് ചെയ്യും? ഈ കറണ്ട് മൂലം ഒരു ലോസ് സംഭവിക്കും. ഈ ലോസ് എന്ത് ചെയ്യും? ഹീറ്റിംഗ് ദ മെറ്റീരിയൽസ്. അതായത് ഇവിടെ എന്ത് ചെയ്യും? വോൾട്ടേജും കറണ്ട് എന്താണ്? ഒരു ലീഡിങ് ക്യാരക്ടറാണ് കാണിക്കുന്നത്. കപ്പാസിറ്ററിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ കറണ്ട് മൂലം എന്ത് ചെയ്യും? ഒരു ഹീറ്റ് ലോസ് ഉണ്ടാകും. ഈ ലോസ് എന്ത് ചെയ്യും? ഈ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽസിന് എന്ത് ചെയ്യും? ചൂടാക്കും. ഓക്കെ, ഡൗട്ടില്ലല്ലോ? ഇതിനെയാണ് ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇത്രയും ഒരു 18 ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 18 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത്, അതായത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ എന്ത് ചെയ്യണം? നമ്മൾ പോയിൻ്റ് ആക്കി എഴുതുക. ഈ ഒരു മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ ഒരുപാട് ഫിഗർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഫിഗർ നല്ലപോലെ വരച്ച് തന്നെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക? അതും നല്ലപോലെ പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 2 മൊഡ്യൂൾ ഏകദേശം നമ്മൾ കവർ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതെങ്ങനെ ആൻസർ ചെയ്യണമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഇനി നമ്മൾ ECSൻ്റെ 3ാമത്തെ മൊഡ്യൂൾസിലോട്ട് കിടക്കുകയാണ്. 3ാമത്തെ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി പഠിക്കുന്നത്. പിന്നെ ബാറ്ററികളിൽ നമ്മൾ മെയിനായിട്ട് ലെഡ് ആസിഡ് ബാറ്ററി, അതേ രൂപത്തിൽ ലിഥിയം അയൺ ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, അതേ രൂപത്തിൽ ഇലക്ട്രോലൈറ്റുകൾ പഠിക്കുന്നുണ്ട്. പിന്നീട് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടക്ടേഴ്സാണ്. കണ്ടക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്, ഇൻസുലേറ്റേഴ്സ്, അതേ രൂപത്തിൽ സെമി കണ്ടക്ടേഴ്സ്. പിന്നെ നമ്മൾ നേരെ പോകുന്ന അടുത്ത ടോപ്പിക്സ് എന്നിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് എനി 2 എക്സാമ്പിൾ ഓഫ് സ്റ്റോറേജ് ബാറ്ററി അല്ലേ? അപ്പോൾ എന്താണ് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാകും, അതേ രൂപത്തിൽ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാകും. ഇതിനാണ് എന്താ പറയുക? നമ്മൾ സെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സെല്ല് കൂടി ചേർന്നാൽ എന്താണ്? ഇതിനെ നമ്മൾ പറഞ്ഞ പേരാണ് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരുപാട് സെല്ല് കൂടി ചേർന്നാൽ എന്ത് ചെയ്യും? ഇതിനെ ബാറ്ററി എന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താ?
ഗിവ് എനി 2 എക്സാമ്പിൾ ഓഫ് സ്റ്റോറേജ് ബാറ്ററി. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന ബാറ്ററിയാണ് ലെഡ് ആസിഡ് ബാറ്ററി ആൻഡ് നിക്കൽ കാഡ്മിയം ബാറ്ററി. ഇതെന്ത് ചെയ്യും, നമുക്ക് ഒരു മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി ബാറ്ററി. അല്ലേ, പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നത്, അതായത് ബാറ്ററി എത്ര വിധമുണ്ട്, 2 വിധമുണ്ട്, പ്രൈമറി ബാറ്ററി ആൻഡ് സെക്കൻഡറി ബാറ്ററി. ഓക്കെ, അപ്പോൾ പ്രൈമറി ബാറ്ററിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചത് എന്താണ്, ഡ്രൈ സെൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ബാറ്ററി ആൻഡ് സെക്കൻഡറി ബാറ്ററി. സെക്കൻഡറി ബാറ്ററി പ്രൈമറി ബാറ്ററീൻ്റെ എന്താ താരതമ്യം ചെയ്യുക. അല്ലേ, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ബാറ്ററി ആൻഡ് സെക്കൻഡറി ബാറ്ററി എന്ന് വെച്ചത്. ഓക്കെ, അതാ ടേബിൾ ഉണ്ട്, പ്രൈമറി ബാറ്ററി സെക്കൻഡറി ബാറ്ററി. പ്രൈമറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്, സിംഗിൾ എന്ന് പറഞ്ഞാൽ, അല്ലേ, അതായത് നോ റീചാർജബിൾ എന്ന് പറയും. പ്രൈമറി ബാറ്ററി നോ റീചാർജബിൾ ആൻഡ് സിംഗിൾ യൂസ് ഓൺലി. സെക്കൻഡറി ആണെങ്കിലോ റീചാർജബിൾ ബാറ്ററി ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് മെനി ടൈംസ്. ഓക്കെ, ഇനി എന്താണ് റീചാർജബിൾ എന്ന് പറയാൻ, നോ റീചാർജബിൾ എന്ന് പറഞ്ഞതില്ലേ പ്രൈമറി ബാറ്ററി, അതിനർത്ഥം എന്താണ്, ഈ ബാറ്ററിയിലുള്ള കെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്താ, നോട്ട് എ റിവേഴ്സിബിൾ അല്ല. ഓക്കെ, നേരെ മറിച്ച് സെക്കൻഡറി ബാറ്ററി ആണെങ്കിലോ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷന് റിവേഴ്സിബിൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, പ്രൈമറി ബാറ്ററി ഡ്രൈ സെൽ, സെക്കൻഡറിക്ക് ആണെങ്കിലോ ലെഡ് ആസിഡ് ബാറ്ററി, അതേ രൂപത്തിൽ നിക്കൽ കാഡ്മിയം ബാറ്ററിക്ക് എന്നാണ് ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ചാർജ് കപ്പാസിറ്റി ഓഫ് ബാറ്ററി. അല്ലേ, ചാർജ് കപ്പാസിറ്റി ഓഫ് ബാറ്ററി എന്നാൽ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എന്താ ആൻസർ, ഇറ്റ് ഈസ് ദ ചാർജ് വെൻ 1 ആംപിയർ ഫ്ലോസ് ഫോർ 1 സെക്കൻഡ്. 1 സെക്കൻഡ് കൂടെ 1 സെക്കൻഡ് ടൈമിൽ എത്ര കറണ്ട് പോകുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ദ ചാർജ് വെൻ 1 ആംപിയർ ഫ്ലോസ് ഫോർ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ കൂടെ 1 ആംപിയർ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചാർജാണ് എന്ത്, ചാർജ് കപ്പാസിറ്റി ഓഫ് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതിൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപിയർ അവർ എന്ന് പറയും. ആംപിയർ അവർ, കറണ്ട് ആൻഡ് ടൈം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു 10 ആംപിയർ അവർ കപ്പാസിറ്റി ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് എന്തുണ്ട്, ഒരു 2 ആംപിയർ കറണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, 2 ആംപിയർ കറണ്ട് 5 അവറിൽ എന്ത് ചെയ്യുക, നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഈ 10 ആംപിയർ അവർ കപ്പാസിറ്റി ബാറ്ററി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അടുത്തെന്താ, വാട്ട് ഈസ് ദ എനർജി എഫിഷ്യൻസി ഓഫ് ബാറ്ററി ആൻഡ് എക്സ്പ്രസ് ദി എഫിഷ്യൻസി ഇൻ ആംപിയർ അവർ എഫിഷ്യൻസി ആൻഡ് വാട്ട് അവർ എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ആക്ച്വലി എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ബൈ എ ബാറ്ററി ടു ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി റിക്വയർഡ് ടു റിട്ടേൺ ഈ സ്റ്റേറ്റ് ബിഫോർ ഡിസ്ചാർജ്. അല്ലേ, അത് ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി. അപ്പോൾ ബാറ്ററിൻ്റെ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യുന്നതാണ് എന്താണ്, ആ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. അല്ലേ, പിന്നെ അതേ രൂപത്തിൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് ചാർജിങ് ആണ്. അല്ലേ, അപ്പോൾ യഥാർത്ഥത്തിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായി, ഡിസ്ചാർജ് ബൈ ചാർജിങ് ആയി. അപ്പോൾ ആംപിയർ അവർ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംപിയർ അവർ എഫിഷ്യൻസി ഡിസ്ചാർജ് ബൈ ആംപിയർ അവർ ചാർജ് എന്ന് പറയാം. അതേ രൂപത്തിൽ വാട്ട് അവർ എഫിഷ്യൻസി ആണെങ്കിലോ വാട്ട് അവർ ഡിസ്ചാർജ് ബൈ വാട്ട് അവർ എഫിഷ്യൻസി എന്ന് പറയാം. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. എനുമറേറ്റ് എനി 6 ഫാക്ടർ എഫക്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് ബാറ്ററി. അല്ലേ, ബാറ്ററിയുടെ കപ്പാസിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചത്. അപ്പോൾ ബാറ്ററിയിൽ നമുക്ക് മെയിനായിട്ട് അറിയാം എന്തൊക്കെയുണ്ട്, ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനോഡ്, അതേ രൂപത്തിൽ കാഥോഡ്, അതേ രൂപത്തിൽ എന്തുണ്ട്, ഇലക്ട്രോ ലൈറ്റ് ഉണ്ട്. അല്ലേ, അപ്പം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കപ്പാസിറ്റി ഓഫ് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും ഒക്കെ എന്ത് ചെയ്യും, നാച്ചുറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പോയിൻറ്റ്സിലോട്ടൊക്കെ എന്താണ് പോയിൻറ്റ്സ്, മെറ്റീരിയൽ ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇലക്ട്രോഡ്സ്, ഇലക്ട്രോലൈറ്റിംഗ് ബാറ്ററി, അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓർ ഇലക്ട്രോഡ്സ്, പിന്നെ പ്യൂരിറ്റി ഓഫ് മെറ്റീരിയൽസ്. അടുത്തെന്താണ്, ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സൈക്കിൾ ഓഫ് ബാറ്ററി. ഓക്കെ, പിന്നെന്താ, ആംബിയൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഇൻഡിവിജ്വൽ സെൽ വോൾട്ടേജ്. അത് ബാറ്ററി എന്താ, ഒരുപാട് സെല്ല് കൂടിയതല്ലേ, അപ്പോൾ അതെന്ത് ചെയ്യും, ബാറ്ററി ഓഫ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ സെൽ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും.
ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ദ ആക്റ്റീവ് മെറ്റീരിയൽസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി ആർ. ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് അർത്ഥം? ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിയിലെ ഇലക്ട്രോഡ്സും അതേ രൂപത്തിൽ അതിൻ്റെ ഇലക്ട്രോലൈറ്റാണ് ചോദിച്ചത്. ഓക്കെ അല്ലേ, നമുക്കറിയാം നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോഞ്ചി ലെഡ് ആയിരിക്കും, അതൊരു പോസിറ്റീവ് പ്ലേറ്റോ PbO2 ലെഡ് ഓക്സൈഡ് ആയിരിക്കും, അതേ രൂപത്തിൽ ഇലക്ട്രോലൈറ്റോ ഡയല്യൂട്ട് H2SO4. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ചോദിക്കാം, കാരണം ഈ 3 എഴുതണം. ഓക്കെ, ഇനി അടുത്തത് ഇല്ലസ്ട്രേറ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ എന്ത് ചെയ്യുക, കൺസ്ട്രക്ഷൻ എഴുതാം. അപ്പോൾ ഇവിടെ എന്തുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തുണ്ട്, ലെഡ് ആസിഡിൻ്റെ ഫിഗർ ഉണ്ട്. ഓക്കെ, ഈ ഫിഗർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ടെർമിനലും അതേ രൂപത്തിൽ നെഗറ്റീവ് ടെർമിനലും. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ എന്തുണ്ട്, ഓരോ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്തിരിക്കാൻ. പിന്നെ ഈ ഓരോ ഇലക്ട്രോണിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തുണ്ട്, ഓരോ സപ്പോർട്ടേഴ്സും ഉണ്ടാകും. പിന്നെ ഈ ഒരു ക്യാവിറ്റിൻ്റെ അകത്താണ് എന്ത്, നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഫിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെന്തുണ്ട്, ഒരു ഔട്ടർ കവറുണ്ട്. അതേ രൂപത്തിൽ ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ മൂലം എന്ത് ചെയ്യും, കുറച്ച് ഗ്യാസൊക്കെ ഫോം ചെയ്യും. അപ്പോൾ ഈ ഗ്യാസിനെ എമിറ്റ് ചെയ്യാൻ എന്തുണ്ട്, ഒരു വെൻറ്റ് ഹോളും ഉണ്ടാകും. ഓക്കെ, ഇതാണ് ലെഡ് ആസിഡിൻ്റെ ഒരു ഡയഗ്രാം, ക്രോസ് സെക്ഷണൽ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. വാട്ട് ആർ ദ ആനോഡ് ആൻഡ് കാഥോഡ് ഓഫ് ലിഥിയം അയൺ ബാറ്ററി? അപ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ലെഡ് ആസിഡ് ബാറ്ററിയും അതേ രൂപത്തിൽ ലിഥിയം അയൺ ബാറ്ററിയാണ്. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററിൻ്റെ ചോദിച്ചത് എന്താണ്, ആനോഡ് ആൻഡ് കാഥോഡ്. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ലിഥിയം കോമ്പൗണ്ട്സ് ആയിരിക്കും. അത്രമാത്രം നമ്മൾ ആലോചിച്ച് വെക്കാം. എന്തായിരിക്കും, എല്ലാം ലിഥിയത്തിൻ്റെ കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് കാഥോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലിഥിയം മെറ്റൽ ഓക്സൈഡ്. അതേ രൂപത്തിൽ ആനോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ലിഥിയേറ്റഡ് കാർബൺ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വെക്കാം. ഐഡൻറ്റിഫൈ എനി 3 ഇൻഡിക്കേഷൻ ഓഫ് ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി. ഒരു ബാറ്ററിയുടെ ഫുള്ളി ചാർജ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഫുള്ളി ചാർജ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇൻഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിങ് എന്ന് പറയും. ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ, വാതകം അല്ലേ. അപ്പം ഒരു ഫുള്ളി ചാർജ് ആകുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഇലക്ട്രോഡിൽ നിന്ന് എന്ത് ചെയ്യും, ആ ഒരു ഇലക്ട്രോലൈറ്റിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനൊക്കെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് ഗ്യാസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താണ് വോൾട്ടേജ് എന്താ, നമുക്ക് ഇൻഡിക്കേഷൻ കാണിക്കല്ലേ, വോൾട്ടേജ് എന്ത് ചെയ്യും, അതിൻ്റെ ഒപ്റ്റിമത്തിൽ എത്തും. മൂന്നാമത്തെ എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യും, ഫുള്ളി ചാർജ് ആകുമ്പോൾ നമുക്ക് മാറ്റം വരും. അപ്പോൾ എന്ത് ചെയ്യുക, ആ മാറ്റം വരുന്നതനുസരിച്ച് ചാർജ് എത്രത്തോളം ആയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തെ എന്താണ്, കളർ ഓഫ് ഇലക്ട്രോലൈറ്റ് ഓർ കളർ ഓഫ് ഇലക്ട്രോഡ്സ് ഒക്കെ എന്ത് ചെയ്യും, മാറും. ഓക്കെ, അതിന് എന്ത് മനസ്സിലാവും, നമുക്ക് ഫുള്ളി ചാർജ്ഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. എനുമറേറ്റ് എനി 6 ആപ്ലിക്കേഷൻ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി. ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 3 മാർക്കിനൊക്കെ എന്ത് ചെയ്യുക, ചോദിക്കാം. ഓക്കെ, എനുമറേറ്റ് എനി 6 ആപ്ലിക്കേഷൻ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി. എന്തൊക്കെയാണ് യൂസേജ്? ദേ യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഫോർ ലൈറ്റിംഗ് പർപ്പസസ്. ഓട്ടോമൊബൈൽ ഉണ്ടെങ്കിൽ എന്താ, വാഹനങ്ങളിൽ എന്ത് ചെയ്യും, നമ്മൾ ലൈറ്റിംഗ് പർപ്പസിനായിട്ട് നമ്മൾ ഉപയോഗിക്കും. ആൻഡ് ഫോർ സ്റ്റാർട്ടിങ് ദ എൻജിൻ ഇൻ ദ വെഹിക്കിൾ. രണ്ടാമത്താണ് ദേ ആർ യൂസ്ഡ് റെയിൽവേ ലൈറ്റിംഗ്. മൂന്നാമത്തോ ലെഡ് ആസിഡ് ബാറ്ററി ആർ യൂസ്ഡ് ആസ് എ സ്റ്റാൻഡ് ബൈ ഇലക്ട്രിക്കൽ സപ്ലൈ ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, പവർ സ്റ്റേഷൻസിലൊക്കെ എന്താണ്, നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിക്കും. ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടേഴ്സിലൊക്കെ ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാലാമത്താണ് ദ ബാറ്ററി ആർ യൂസ്ഡ് ഫോർ ഓപ്പറേറ്റിംഗ് പ്രൊട്ടക്റ്റീവ് സ്കീം ഇൻ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ ടെലിഫോൺ എക്സ്ചേഞ്ച് മൈക്രോവേവ് സ്റ്റേഷൻസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ നെസസറി സ്കെച്ച് ഓപ്പറേഷൻ ഓഫ് സ്റ്റോറേജ് ബാറ്ററി വിത്ത് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. അല്ലേ, പാരലൽ കണക്ഷനായിട്ട് സീരീസ് കണക്ഷനായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സെല്ല് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ബാറ്ററി സ്കീം നമുക്ക് ഉണ്ടാക്കാം. അതെന്ത് വിശദീകരിക്കാനെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്, സീരീസ് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പോസിറ്റീവ് ടെർമിനൽ ഓഫ് സെല്ലും തൊട്ടടുത്തുള്ള നെഗറ്റീവ് ടെർമിനലിലെ സെല്ലായിട്ടായിട്ട് കണക്ട് ചെയ്യാം. അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും സീരീസിൽ കണക്ട് ചെയ്യാം. ഓക്കെ, പാരലാകുമ്പോൾ എന്താ സംഭവം, പോസിറ്റീവ് ടെർമിനൽ പ്ലേറ്റും നെഗറ്റീവ് ടെർമിനൽ പ്ലേറ്റിൻ്റെ ഒരു സെല്ല്, അതിലൂടെ അടുത്തൊരു പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ പ്ലേറ്റ്, ഇത് തമ്മിൽ എന്ത് ചെയ്യുക, യോജിപ്പിക്കുന്നതാണ് പാരലൽ ബാറ്ററി കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരിക, സീരീസ് കണക്ഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും, ഓവറോൾ EMF എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പക്ഷേ എന്താണ്, ഓവറോൾ ഡിസ്ചാർജ് കറണ്ടോ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആംബിയർ അവർ എഫക്റ്റിൽ എന്ത് ചെയ്യും, നോട്ട് എഫക്റ്റ് ചെയ്യില്ല. ഇനി പാരലാകുമ്പോൾ എന്താണ്, ഓവറോൾ EMF സെയിം ആയിരിക്കും, എല്ലാ EMF എന്ത് ചെയ്യും, സെയിം ആയിരിക്കും. പക്ഷേ ഡിസ്ചാർജ് കറണ്ട് ആണെങ്കിലോ ഓരോ സെല്ലിൻ്റെ സമ്മായിരിക്കും വരിക. ഓക്കെ, അത് ഈ ഒരു കറണ്ട് ഡിസ്ചാർജ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യും, ഈ ഒരു കറണ്ടിൽ ഇത് സമ്മായിരിക്കും ഈ ഒരു കറണ്ട് വരിക. ഡിസ്ചാർജ് കറണ്ട് എന്ത് ചെയ്യും, ഇൻഡിവിജ്വലി സമ്മായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ആംബിയർ കപ്പാസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എക്സ്പ്ലെയിൻ ദ വേരിയസ് ചാർജിങ് സിസ്റ്റം ഓഫ് ബാറ്ററി ചാർജ് ചെയ്യുന്ന മെത്തേഡ്സുകളാണ് ചോദിച്ചത്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡാണ് കോൺസ്റ്റൻറ്റ് കറൻറ്റ് മെത്തേഡ്, രണ്ടാമത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്, മൂന്നാമത്തേതാണ് കോൺസ്റ്റൻറ്റ് കറൻറ്റ് ആൻഡ് വോൾട്ടേജ് മെത്തേഡ്, നാലാമത്തോ ട്രിപ്പിൾ ചാർജ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ മെറ്റീരിയൽസ് ഹൂ റെസിസ്റ്റൻസ് ഡ്രോപ്പ് അബ്രപ്റ്റ്ലി ടു സീറോ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആർ കോൾഡ്. ഓക്കെ, ഇതുവരെ നമ്മൾ എന്ത് പഠിച്ച്, ബാറ്ററിയുടെ അപ്ലിക്കേഷൻസും, ലെഡ് ആസിഡ് ബാറ്ററിയും അത് മുതൽ ലിഥിയം അയൺ ബാറ്ററി ഒക്കെ പഠിച്ച്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് വരുന്നത്, നമ്മുടെ ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ദ മെറ്റീരിയൽ ഹൂസ് റെസിസ്റ്റൻസ് ഡ്രോപ്പ് അബ്രപ്റ്റ്ലി ടു സീറോ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആർ കോൾഡ്. പറഞ്ഞ പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്കിനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സെലക്ട് എ സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ ഇലക്ട്രിക്കൽ വയേഴ്സ് ആൻഡ് ലിസ്റ്റ് എനി 5 ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു 5 ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എഴുതാൻ. ഓക്കെ, അപ്പം ഇലക്ട്രിക്കൽ വയറിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, കണ്ടക്ടേഴ്സാണ് അല്ലേ. എക്സാമ്പിൾ എന്താണ്, കോപ്പർ ആൻഡ് അലുമിനിയം, അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ചോദിച്ചത്. ഓക്കെ, എന്താണ്, ലോ റെസിസ്റ്റിവിറ്റി ആയിരിക്കും, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി, മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ ആൻഡ് മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇതന്നെ നമ്മൾ കുറച്ച് മുന്നേ ഏത് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മളെന്ത്, ഒരു ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, അപ്പോൾ ഏകദേശം കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, പഠിക്കാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമ്മറൈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസുലേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക, ഇൻസുലേറ്ററിനെ ക്ലാസിഫൈ ചെയ്യല്ലേ. ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ പഠിച്ച സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ, ഖരം, ദ്രാവകം, വാതകം, ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ഇൻസുലേറ്ററിനെ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, സോളിഡ് ഇൻസുലേറ്റേഴ്സ്, ലിക്വിഡ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഗ്യാഷ്യസ് ഇൻസുലേറ്റേഴ്സ്. സോളിഡിന് എന്തൊക്കെ എക്സാമാണ്, റബ്ബർ, മൈക്ക, ഗ്ലാസ്. അതേ രൂപത്തിൽ ലിക്വിഡ് ആണെങ്കിലോ മിനറൽ ഓയിൽസ്, സിന്തറ്റിക് ഓയിൽസ്. അതേ രൂപത്തിൽ ട്രാൻസ്ഫോമർ ഓയിലൊക്കെ എന്താണ്, ഇതിന് എക്സാമ്പിളാണ്. ഗ്യാഷ്യസിനാണെങ്കിലോ എയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ക്ലാസിഫൈ ദി ഇൻസുലേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ടെമ്പറേച്ചർ ബേസിലോ അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിലോ എന്ത് ചെയ്യുക, ഇൻസുലേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാം. ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ ബേസിൽ ഇൻസുലേറ്റേഴ്സിനെ നമ്മൾ 7 ആയിട്ട് എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ക്ലാസിഫിക്കേഷൻ്റെ ഇത് മാത്രം ആലോചിക്കുക, ക്ലാസ് വൈ, ക്ലാസ് എ, ക്ലാസ് ഇ, ക്ലാസ് ബി, ക്ലാസ് എഫ്, ക്ലാസ് എച്ച് ആൻഡ് ക്ലാസ് സി. അതിന് എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലാസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന് ലിമിറ്റിംഗ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ 90 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലാസ് എ ആണെങ്കിലോ 105 ഡിഗ്രി സെൽഷ്യസും, ക്ലാസ് ഇ ആണെങ്കിൽ 120 ഡിഗ്രി സെൽഷ്യസ്, ക്ലാസ് ബി 130, ക്ലാസ് എഫ് 155 ആൻഡ് 180 എന്താണ്, ക്ലാസ് എച്ച്. 180ൻ്റെ എബോവ് ആണെങ്കിൽ ഇതിനെ ക്ലാസ് സി എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നത്, നമ്മുടെ
മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് വിച്ച് അലോസ് ദി ഫ്ലക്സ് ടു പാസ് ത്രൂ ഈസ് കോൾഡ്, അല്ലേ? അതായത് ഫ്ലക്സിനെ പാസ് ചെയ്യുക, അല്ലേ? പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ പറയുക? നമ്മൾ പെർമിറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിനെ പറഞ്ഞ പേരാണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്ലാസിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. മാഗ്നറ്റിക് മെറ്റീരിയൽസിന് എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, മെയിനായിട്ട് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക്. ഓക്കെ, ആദ്യം തന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ ഫിഗർ നമ്മൾ പഠിക്കുക. ഓക്കെ, ഫിഗർ, ഫെറോ മാഗ്നറ്റിൻ്റെ ഫിഗർ എന്താണ്? മാഗ്നറ്റിക് മൊമെൻ്റ് എന്താണ്? അലൈൻ ചെയ്ത് നോക്കുക, അല്ലേ? ഒരേ ഡയറക്ഷനിൽ ഓർഡറിലാണ് അലൈൻ ചെയ്തത്. നേരെ മറിച്ച് പാരാമാഗ്നറ്റിക് ആണെങ്കിലോ ഒരു ഡിസോർഡറിലാണ്, ഒരു റാൻഡംലി അറേഞ്ച് ചെയ്തതെന്ന് പറയും. ഡയാമാഗ്നറ്റിക് ആണെങ്കിലോ ഇങ്ങനൊരു മൊമെൻറ്റേ ഇല്ല, അല്ലേ? അപ്പം പോയിൻറ്റ്സ് നോക്കുക. എന്താണ്? മാഗ്നറ്റിക് മൊമെൻറ്റ് അലൈൻ ഇൻ പാരലൽ ഓർ ഓർഡർലി, അല്ലേ? അതാവുമ്പോൾ എന്താണ്? ഫെറോ മാഗ്നറ്റിക് ആണ്. പിന്നെ ഫെറോ മാഗ്നറ്റിക് അടുത്ത പോയിന്റ് എന്താണ്? ഹെവി അട്രാക്ഷൻ ഓഫ് ലൈൻ ഓഫ് ഫോഴ്സ് ടുവേർഡ് ദി സെൻറ്റർ. അടുത്തതോ പെർമിയബിലിറ്റി ഈസ് ഹൈ. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? നിക്കൽ, കൊബാൾട്ട്, അയൺ. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഫെറോ മാഗ്നറ്റിക്സിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ചോദിക്കാം, 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി പാരാമാഗ്നറ്റിക് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് മൂവ്മെൻറ്റ്സ് അലൈൻ റാൻഡംലി, അല്ലേ? നമ്മൾ പറഞ്ഞു, ഫിഗറിന് പറഞ്ഞു, മാഗ്നറ്റിക് അലൈൻമെൻറ്റ്സ് ആർ റാൻഡംലി. അതൊരു പത്ത് അട്രാക്ഷൻ ഓഫ് ലൈൻസ് ടുവേർഡ് ദി സെൻറ്റർക്ക് അട്രാക്ഷൻ ചെയ്യും. പക്ഷേ ഫെറോ മാഗ്നറ്റിക്കിൻ്റെ അത്ര അട്രാക്ഷൻ കാണൂല. ഓക്കെ, അടുത്തതാണ് പെർമിയബിലിറ്റി ഈസ് ഹൈ ആണ്. പക്ഷേ ഡയാമാഗ്നറ്റിക്സിലേറെ കൂടുതലും ഫെറോയിലേറെ കുറവായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? NaCl ആൻഡ് ലെഡ്. ഓക്കെ, ഈ ഡയാമാഗ്നറ്റിക് ആണെങ്കിലോ നോ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ത് ചെയ്യാൻ കഴിയില്ല? കാണാൻ കഴിയില്ല. അടുത്തെന്താണ്? റിപ്പൾഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഫ്രം ദ സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യും? റിപ്പൾഷൻ ആയിരിക്കും നടക്കുക. ഫെറോയും പാര ആണെങ്കിൽ എന്താണ്? അട്രാക്ഷൻ ആയിരിക്കും നടക്കുക. അതേ രൂപത്തിൽ പെർമിയബിലിറ്റി ഈസ് വെരി ലെസ് ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? സോഡിയം ആൻഡ് കാൽഷ്യം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്തത്. കുറച്ചും കൂടി തിയറികളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോകണം. അതിലുപരി ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചെന്നും എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് മൊഡ്യൂൾ 4 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്കും അതേ രൂപത്തിൽ മാഗ്നറ്റിക്സുമാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ കൂടുതൽ ചാൻസ്, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ഈ ഒരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ റീജിയൻ ഇൻ വിച്ച് ദ ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ആക്ട് അറൗണ്ട് എ ചാർജ്. അതിനെന്താ പറയുക? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. അടുത്തെന്താണ്? സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കുളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്, അല്ലേ? കുളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു 2 ചാർജ്, ഒരു പോയിൻ്റ് ചാർജ് Q1 അതുപോലെ Q2 എന്ന 2 ചാർജ് എന്താണ്? ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യും? നമ്മൾ പ്ലേസ് ചെയ്യാൻ, ഒരു R ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്താൽ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അട്രാക്ഷൻ ആയിക്കോട്ടെ റിപ്പൾഷൻ ആയിക്കോട്ടെ, ഈ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് കൊണ്ടിട്ട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ സ്ട്രെങ്ത്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ സ്ട്രെങ്ത് ആണ് Q1 Q2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്താ? ബൈ R² എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷനാലിറ്റീനെ എന്ത് ചെയ്യും? നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കാൻ F is equal to 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R² എന്ന് പറയും. ഓക്കെ, ഇതാണ് എന്ത്? കുളംസ് ലോ ഓഫ് ഫോഴ്സ് ഓർ കുളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന്. ഓക്കെ, എന്തൊക്കെയാണ്? ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ഫ്രീ റീജിയൻ. അതേ രൂപത്തിൽ 2 ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. അതേ രൂപത്തിൽ എന്താണ്? ഫീൽഡ് ലൈൻസ് ആർ പാരലായിരിക്കും. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ എന്ന്, അല്ലേ? എന്താണ് ആക്ച്വലി കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാകും. ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാകും. ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ത് ചെയ്യും? ഫില്ല് ചെയ്യും.
ഇതിനാണ് ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. ഇതെന്ത് ചെയ്യുക? ഒരു മാർക്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എന്താണ് ആൻസർ? കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഡിഫൈൻ ആസ് ദി എമൗണ്ട് ഓഫ് ചാർജ് റിക്വയർഡ് ടു ക്രിയേറ്റ് എ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് സി ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ദിവസം എന്താണ്? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് ദ ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസ് വെൻ എ ഗ്രൂപ്പ് ഓഫ് കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസ് എന്താണെന്ന് വെച്ചത്. ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസിനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? എഫക്റ്റീവ് കപ്പാസിറ്റർ എന്ന് ചോദിക്കും. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്നും ചോദിക്കും. ഓക്കെ, അതായത് 3 കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ വോൾട്ടേജ് അക്രോസ് V1, V2, V3 ആണ്. അതേ രൂപത്തിൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് വിയും അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യുന്ന, അതായത് എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സോഴ്സ് വോൾട്ടേജ് എന്നിട്ടുണ്ടെങ്കിൽ ഓരോ കപ്പാസിറ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജിന് എന്ത് ചെയ്യും? സമ്മായിരിക്കും അല്ലേ. V = V1 + V2 + V3 എന്ത് ചെയ്യുക? നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്കറിയാം Q = CV അല്ലേ. ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് എന്നറിയാം. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പുട്ട് ചെയ്യാം. അപ്പോൾ വിക്ക് എന്താണ്? Q = CV. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V = എന്ത് കിട്ടും? Q/C എന്ന് കിട്ടും അല്ലേ. അതായത് ഈ വീക്ക് എന്ത് ചെയ്താൽ നമുക്ക് Q/C. ഈ C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആയിരിക്കും. ഈ C = V1 അക്രോസ് V1 എന്താണ്? Q/C1. അതായത് Q എന്താണ്? ചാർജ് അല്ലേ. ആ ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ. അപ്പം Q/C1 + Q/C2 + Q/C3. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് Qന് എന്ത് ചെയ്യുക? ക്യാൻസലായി പോകും അല്ലേ. അപ്പോൾ എന്താ ചെയ്യും? 1/C എഫക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/C1 + 1/C2 + 1/C3. ഓക്കെ, അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എല്ലാത്തിനും റെസിപ്രോക്കൽ സമ്മാണ് കിട്ടുന്നത് അല്ലേ. അതായത് ഈ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത ചെറിയ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂലേറെ എന്ത് ചെയ്യും? ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസ് വാല്യൂ എത്രയാണോ അത്രയും എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇതെന്തായാലും എക്സാമിന് ചോദിക്കാം. സീരീസ് അല്ലെങ്കിൽ പാരലോ ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിത്ത് നെസസറി സ്കെച്ച് ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസ് വെൻ എ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് സീരീസ് പഠിച്ചു. ഇവിടെ എന്താണ്? പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്താണെന്ന് ചോദിച്ചത്. അപ്പം ഓരോ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ C1, C2, C3 ആണ്. അതേ രൂപത്തിൽ അതിൻ്റെ അക്രോസിലുള്ള ചാർജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q1, Q2, Q3 ആണ്. ഓക്കെ, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q1 + Q2 + Q3 ആയിരിക്കും. ഇതിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ അല്ലേ. ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജ് പറഞ്ഞിട്ട് എന്താ? Q = CV എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷനിൽ Qൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? CV എന്ന ഇക്വേഷൻ പുട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ Q ആണ് C × V. V ആണ് നമ്മൾ സോഴ്സ് വോൾട്ടേജ്. ഇവിടുത്തെ C എന്താവും? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ C എഫക്റ്റീവ് × V ആണ്. എന്ത് ചെയ്യും? അക്രോസ് C1ൻ്റെ അക്രോസിലുള്ള Q ആണ് ഇതുണ്ട്. എന്താണ്? C1 V + C2 V + C3 V. നമുക്കറിയാം പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തുണ്ടാവും? വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് വോൾട്ടേജ് ടേംസ് എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? C എഫക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C1 + C2 + C3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടി? അതായത് കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത്? അൾജിബ്രിക് സമ്മായിരിക്കും എന്ത്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക. അതായത് ഏത് കപ്പാസിറ്റൻസ് ആണോ വലുത് അതിലേറെ എന്ത് ചെയ്യും? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തെന്താണ്? സ്റ്റേറ്റ് ദ കുളംസ് ലോ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലേ. നമ്മൾ കുളംസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് കുറച്ച് മുന്നേ പഠിച്ച്. ഇവിടെ എന്താ ചോദിച്ചത്?
Coulomb's law of magnetic force and write its mathematical expression. ഓക്കെ, ആദ്യം എന്താണ് കുളംസ് ലോ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് നോക്കാം. ഇതിനെ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് ചോദിക്കും കേട്ടോ, മാഗ്നറ്റിക് ഫീൽഡ്സ് ഫോഴ്സ് എന്ന് ചോദിക്കും എക്സാമിന്. എന്താണ് പറഞ്ഞത്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ് പ്ലേസ് ഇൻ എ മീഡിയം. ഒരു മീഡിയത്തിൽ പ്ലേസ് ചെയ്ത മാഗ്നറ്റിക് പോൾസിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ പോൾ സ്ട്രെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് ദ സറൗണ്ടിങ് മീഡിയം എന്ന് പറയും. അതായത് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2, അതേപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആൻഡ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് പെർമിയബിലിറ്റി മ്യൂ എന്ന് പറയും. ഇതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇക്വേഷൻ ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ നമ്മൾ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് 1/4 m1 m2 ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് നോക്കാം. സ്റ്റേറ്റ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഇവിടെ ഞാൻ 2 ലോ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒന്ന് ചോദിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഫസ്റ്റ് കണ്ടിട്ട് എന്താണ്? വെൻ എവർ കണ്ടക്ടർ കട്ട് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് EMF ഇൻഡ്യൂസ്ഡ് ദി കണ്ടക്ടർ, അല്ലേ? രണ്ടാമത്തെ എന്താണ്? ദ മാഗ്നറ്റിക് ഇൻഡ്യൂസ്ഡ് EMF, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയും. അതായത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് എന്താ? d/dt, അല്ലേ? ഡി ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. അപ്പോൾ എന്താണ്? d∅dt എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും? ഇതൊരു ഇക്വേഷനായിട്ട് മാറും. അതെന്ത് ചെയ്യും? n/d∅dt എന്ന് പറയും. പക്ഷേ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ത് ചെയ്യും? എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും. അതായത് അതിനാണ് ഒരു മൈനസ് സൈൻ ഇടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അല്ലേ? സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം, അല്ലേ? അതായത് ഒരു കണ്ടക്ടർ കൂടെ അല്ലെങ്കിൽ ഒരു കോയിൽ കൂടെ എന്ത് ചെയ്യും? കറണ്ട് പാസ് ചെയ്യുമ്പം ഒരു EMF നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, അതിലൂടെ ഒഴുകുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിന്. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അതിന് പറഞ്ഞ പേരാണ് സെൽഫ് ഇൻഡക്റ്റൻസ് അഥവാ ക്യാപിറ്റൽ L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഇൻഡ്യൂസിന് എന്ത് ചെയ്യും? L/d/dt ഓഫ് I എന്ന് പറയും. ഇതെന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കും. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോർ കൺസിഡർ ചെയ്യാണ്. അതിന് 2 വൈൻഡിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വൈൻഡിങ്ങിൽ എന്ത് ചെയ്ത് നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത്, ഇങ്ങനെ വോൾട്ടേജ് അപ്ലൈ എന്ത് ചെയ്യും? ഇതിലൂടെ കറണ്ട് ഫോം ചെയ്യും, കറണ്ട് പാസ് ചെയ്യും, അതൊരു വിധത്തിൽ ഫ്ലക്സ് ഫോം ചെയ്യും. ഈ ഫ്ലക്സ് എന്ത് ചെയ്യും? ഈ രണ്ടാമത്തെ കോയിലിൽ എന്ത് ചെയ്യും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് രണ്ടാമത്തെ കോയിലുള്ള കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? di1/dt എന്ന് പറയും. അതായത് ആദ്യത്തെ കോയിലുണ്ടാകുന്ന കറണ്ട് ചേഞ്ചിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണലിനെ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. കോൺസ്റ്റൻ്റാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. m/di1/dt എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫിൽ ദി ബ്ലാങ്ക്. കപ്പാസിറ്റർ ഈസ് ഇലക്ട്രിക്കൽ ഫീൽഡ് ആൻഡ് ഇൻഡക്ടർ ഈസ് ഡാഷ്, അല്ലേ? കപ്പാസിറ്ററും ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇൻഡക്ടർ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ ഒരു റിലേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? നമുക്കറിയാം കപ്പാസിറ്ററിൻ്റെ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/2 CV² എന്നറിയാം.
അല്ലേ? അതായത് എനർജി സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് രൂപത്തിലാണ് എന്ത് ചെയ്യുക? കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുക. ഇൻഡക്ടറിലാണെങ്കിലോ എനർജി സ്റ്റോറേജ് എന്നിട്ടുണ്ടെങ്കിൽ ½ Li². ഇവിടെ ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് ആസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പം ഇൻഡക്ടറിൽ എന്താണ് ആൻസർ? മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ദ BH കർവ് വിത്ത് എ നീറ്റ് ഡയഗ്രാം. ഓക്കെ, ഇത് മിക്കവാറും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, BH കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിന് പറയുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ B ആൻഡ് H ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർ മെറ്റീരിയൽസ്. ഓക്കെ, അടുത്തതാണ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, ഒരു BH കർവ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ H, അതേ രൂപത്തിൽ ഇവിടെ B. ഒരു ചെറിയ ഒരു മെറ്റൽ മെറ്റീരിയൽസിന് BH കർവ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു നോൺ ലീനിയർ ഭാഗം ഉണ്ടാവും, പിന്നെ ലീനിയർ, പിന്നെ എന്ത് ചെയ്യും? ഒരു സാച്ചുറേഷൻ റീജിയൻ ഉണ്ടാകും. ദിസ് ഈസ് നോൺ ലീനിയർ റീജിയൻ, ഇത് ലീനിയർ റീജിയൻ, അതിരുപത്ത് ഇത് കോൺസ്റ്റന്റ് റീജിയൻ അഥവാ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയും. ഓക്കെ, എന്ത് ചെയ്യും? ഇത്ര റീജിയൻ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കുക. അതേ രൂപത്തിൽ ഈ ഒരു BH കർവിൻ്റെ ഏരിയ എന്താണ്? നമുക്ക് BH കർവിൻ്റെ ഏരിയ എനർജി ലോസിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കാം. ഓക്കെ, നോൺ ലീനിയർ റീജിയൻ, ലീനിയർ റീജിയൻ, അതായത് സാച്ചുറേഷൻ റീജിയൻ, അതേ രൂപത്തിൽ BH കർവ് ഓർ മാഗ്നറ്റൈസേഷൻ കർവ് എന്ന് പറയും. പിന്നെ എന്ത് ചെയ്യുക? ഈ ഓരോ പോയിന്റ് നോക്കാം. എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസസ് in proportion to the field strength until it reaches certain value. Any further increase will have no effect on value of flux density. Okay, then അടുത്ത പോയിന്റ് ആണ് the point where flux density reaches its limit is called magnetic saturation or saturation region എന്ന് പറയും. Okay, the area of enclosed BH curve എന്ന് എനർജി ലോസിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് നോക്കാം. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പയർ ദ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ളതാണ്. കാരണം ഇതെന്ന് എന്ത് ചെയ്യുക? ചിലപ്പോൾ ഒരു മാർക്ക് ചോദിക്കാം. കാരണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു പോയിന്റ് തരും, റിലേറ്റഡ് ടു ഇലക്ട്രിക് സർക്യൂട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ഇലക്ട്രിക് സർക്യൂട്ട് കോളാക്കി വരയ്ക്കാം. മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ഡയഗ്രം നോക്കുക. ഒരു കോറുണ്ട്, അതിരുപത്തിൽ വൈൻഡിങ് ഉണ്ട്, ഒരു MMF ക്രോസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഫ്ലക്സ് ഉണ്ടാകും, കറണ്ട് പാസ് ചെയ്യുകയും ചെയ്യും. ഇവിടെ എന്താണ്? ഒരു EMF വോൾട്ടേജ് കൊടുക്കുന്നു, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, കറണ്ട് ഫോളോ ചെയ്യും അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? ഫ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ്? കറണ്ട് ആയിരിക്കും ഫോം ചെയ്യുക. അതേ രൂപത്തിൽ ഔട്ട്പുട്ട് എന്താണ്? ഇൻപുട്ട് എന്താണ്? ഇവിടെ MMF. മാഗ്നറ്റിക് സർക്യൂട്ടിൽ MMF ആണെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ്? EMF ആയിരിക്കും. അതേ രൂപത്തിൽ ഇതിൻ്റെ എഫക്റ്റും കൂടെ ഉണ്ടാകുന്നതോ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് ആയിരിക്കും. നേരെ ഇലക്ട്രിക് സർക്യൂട്ടിലോ കറണ്ട് ഫ്ലോ ഉണ്ടാകും. ഓക്കെ, ഇനി എന്താണ്? നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ചെയ്യാന്ന് പറയില്ലേ? റെസിസ്റ്റ് ചെയ്യുന്നതിനെ പിന്നെ പറയുന്ന പ്രോപ്പർട്ടീസാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും അല്ലേ? അപ്പം മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഇതിനെ പറഞ്ഞ പേരാണ് റിലക്റ്റൻസ് അഥവാ ക്യാപിറ്റൽ S എന്ന് പറയും. അതേ രൂപത്തിൽ ഇലക്ട്രിക് സർക്യൂട്ടാണെങ്കിലോ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R എന്ന് പറയും. ഇത്രയും ടോപ്പ് പോയിൻ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ 4 പോയിൻ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന കറണ്ട് ഡെൻസിറ്റി ആയിരിക്കും. അതിന് പെർമിയൻസ് എന്നുണ്ടെങ്കിൽ അതായത് 1/, റിലക്റ്റൻസ് ഉണ്ടെങ്കിൽ എന്താണ്? ഇവിടെ 1/, റെസിസ്റ്റൻസ് അതായത് കണ്ടക്റ്റൻസ് എന്ന് പറയും. റിലക്റ്റിവിറ്റി പറയുമ്പോൾ റെസിസ്റ്റിവിറ്റി, അതായത് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കണ്ടക്റ്റിവിറ്റി എന്ന് കിട്ടും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത്രയും ഭാഗമാണ് തിയറി പോർഷൻ നമുക്ക് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്ക് പ്രോബ്ലമിലോട്ട് പോകാം. ഓക്കെ, പ്രോബ്ലം ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം? 3 രീതിയിൽ ചോദിക്കാം. അതായത് ബേസിക്കലായിട്ടുള്ള ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസും എഫക്റ്റീവ് കപ്പാസിറ്റൻസും ചാർജ് വോൾട്ടേജ് കാണാനായിരിക്കും ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ നിങ്ങൾക്ക് സർക്യൂട്ട് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ രീതിയാണ് ഡയറക്റ്റ് സർക്യൂട്ട് ചോദിക്കും. രണ്ടാമത്തെ എന്താണ്? ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? സർക്യൂട്ടിൻ്റെ എലമെൻറ്റ്സ് തരും. അതായത് 2 കപ്പാസിറ്റൻസ് പാരലാണ്, അതിന് മൂന്നാമത്തെ ഒരു കപ്പാസിറ്റൻസ് എന്താണ്? സീരീസാണ്. അങ്ങനെ ആകുമ്പം അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസും കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഫിഗർ ആദ്യം വരച്ചിട്ട് നമ്മൾ ചെയ്യണം.
അങ്ങനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. ഫൈൻഡ് ദ ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് ഓഫ് എൻ എ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ. ഓൾ കപ്പാസിറ്റൻസ് ആർ ഇൻ മൈക്രോ ഫാരഡ്. ഓക്കെ, ഷോ ഓൾ ദ സ്റ്റെപ്സ്. അപ്പോൾ ഇതാണ് നമുക്ക് സർക്യൂട്ട് തന്നിട്ടുള്ളത്. ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓർ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ആണ് എന്ത് ചെയ്യുക നമ്മളത് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു രണ്ട് കപ്പാസിറ്റൻസ് നോക്കാം. ഈ രണ്ട് കപ്പാസിറ്റൻസ് എന്താണ്, 1ഉം 2ഉം എന്താണ് സീരീസ് ആണല്ലേ. അപ്പോൾ സീരീസ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സി എഫക്റ്റീവ് ഉണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കപ്പാസിറ്റർ 1 മൈക്രോ ഫാരഡും അതേ രൂപത്തിൽ 2 മൈക്രോ ഫാരഡ് എന്താണ് പാരലലാണല്ലേ. പാരലൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി എഫക്റ്റീവ് എന്താകും, സി എഫക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/C എഫക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/C1 + 1/C2, അതായത് 1 + 1/2 എന്ന് വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് 3/2 മൈക്രോ ഫാരഡ് എന്ന് കിട്ടി. അതായത് ഇതിനെന്ത് ചെയ്ത് നമ്മൾ 3/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഈ 3/2 മൈക്രോ ഫാരഡും അതേ രൂപത്തിൽ ഇവിടെയുള്ള 4 മൈക്രോ ഫാരഡ് എന്താണ്, മൈക്രോ ഫാരഡ് എന്ത് ചെയ്ത് പാരലായിരിക്കും. പാരലൽ. സോ മുകളിലത്തെ എന്താണ് സീരീസാണ്. ഇപ്പോൾ കിട്ടിയ എഫക്റ്റീവ് ആയിട്ട് 3/2ഉം 4 എന്ത് ചെയ്യും പാരലായിരിക്കും. പാരലൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സി എഫക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C1 + C2 ആയിരിക്കും. അതായത് 4 + 3/2 എന്ന് വരും. അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും, ഓക്കെ 3/2 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 1/C എഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 2/3 മൈക്രോ ഫാരഡ് കിട്ടും. അപ്പോൾ അതായത് 2/3 ആണ്. അതായത് നമ്മൾ 1/C എഫക്റ്റീവ് ആണ് കണ്ടത്. അപ്പോൾ സി എഫക്റ്റീവ് എന്ത് കിട്ടും നമുക്ക് 2/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും 4 + 2/3 എന്ന് 4 + 2/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 14/3 മൈക്രോ ഫാരഡ് കിട്ടും. ഓക്കെ, ഇനി എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഇപ്പോൾ ഇത്രയും ടോട്ടൽ എന്ത് കിട്ടി നമുക്ക് 14/3 മൈക്രോ ഫാരഡ് എന്ന് കിട്ടി അല്ലേ. ഈ എഫക്റ്റീവും അതേ രൂപത്തിൽ 2 മൈക്രോ ഫാരഡ്, അതായത് ഈ 2ഉം എന്താണ് സീരീസ് ആയിരിക്കും അല്ലേ. സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സീരീസാണ്. സീരീസ് ഉണ്ടെങ്കിൽ 1/C എഫക്റ്റീവ് ഉണ്ടെങ്കിൽ 1/2 മൈക്രോ ഫാരഡ് പ്ലസ് 1/40/3 മൈക്രോ ഫാരഡ് കിട്ടും. ഓക്കെ, 43 മൈക്രോ ഫാരഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും, സി എഫക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സി എഫക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 7/5 എന്ന് കിട്ടും. 7/5 മൈക്രോ ഫാരഡ് കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത്രയും പോർഷൻ നമ്മൾ എന്ത് ചെയ്ത് 7/5 മൈക്രോ ഫാരഡ് എന്നാക്കി. ഈ 7/5 മൈക്രോ ഫാരഡും അതേ രൂപത്തിൽ 3 മൈക്രോ ഫാരഡ് എന്താണ് പാരലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇത് തമ്മിൽ കൂട്ടാം. അതായത് സി എഫക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 3 + 7/5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 22/5 അഥവാ 4.4 മൈക്രോ ഫാരഡ് എന്ന് നമുക്ക് കിട്ടും. ഇതായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓർ ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഡൗട്ടിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുക. കുറച്ചൊരു ഞാനിങ്ങനൊരു സീരീസ് പാരലൽ കോമ്പിനേഷൻ കുറച്ചൊന്ന് ഇതായി കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഓക്കെ, നോക്കുക. അതായത് സീരീസ് ആകുമ്പോൾ എന്ത് ചെയ്യും 1/C എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/C1 + 1/C2 ആയിരിക്കും. അതൊരു പാരലാകുമ്പോൾ എന്ത് ചെയ്യും C എഫക്റ്റീവ് C1 + C2 എന്നായിരിക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം.
Three capacitors A and B have capacitance 10, 15 and 25 respectively. Okay, and calculate the charge on each when connected in parallel to 250 volt. രണ്ടാമത്തെ ദിവസം ടോട്ടൽ കപ്പാസിറ്റൻസ് അല്ലേ, അതിൽ 3 കപ്പാസിറ്റേഴ്സ് 10, 50, 25 മൈക്രോ ഫാരഡ് ഉണ്ട്. നമ്മളെന്താ കാണാൻ പറഞ്ഞത്, ചാർജ് ഓൺ ഈച്ച് വെൻ കണക്റ്റഡ് ഇൻ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ചാർജാണ് കാണാൻ പറ്റുന്നത്. അതായത് ഈ 3 കപ്പാസിറ്റർ എന്താണ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത്, എല്ലാ മൈക്രോ ഫാരഡ് ആയതുകൊണ്ട് ഞാൻ എന്താണ് 10, 15 ആൻഡ് 25 മൈക്രോ ഫാരഡ് എന്ത് ചെയ്ത് പാരലായിട്ട് കണക്ട് ചെയ്ത് ഇതിൻ്റെ അക്രോസ് എന്ത് ചെയ്ത് നമ്മൾ 250 വോൾട്ട് അപ്ലൈ ചെയ്ത്. ക്വസ്റ്റ്യൻ എന്താണ്, ചാർജ് ഓൺ ഈച്ച്, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ ക്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്യൂ സീക്വൽ ടു സി ഇൻറ്റു വി എന്നറിയാം. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് ചെയ്യും, വി സെയിം ആയിരിക്കും. അപ്പം ഡയറക്റ്റ് ഇക്വേഷനാണ്, അതായത് Q1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് C1 ഇൻറ്റു V1 അല്ലേ. V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വി തന്നെയാണ്. അപ്പോൾ C1 എന്താണ് 10 ഇൻറ്റു V1 250. ഓക്കെ, ഇത്ര എന്ത് ചെയ്യും മൈക്രോ കുളം കിട്ടും. ഇനി Q2 ആണെങ്കിലോ C2 ഇൻറ്റു V2, അത് V2 വിക്ക് സെയിം തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടും 15 ഇൻറ്റു 25 മൈക്രോ കുളം. Q3 ആണെങ്കിലോ 25 ഇൻറ്റു 250 മൈക്രോ കുളം കിട്ടും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇക്വേഷൻ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇത് ആർക്ക് ഡൗട്ടിലുള്ള ഒറ്റ ഇക്വേഷൻ Q സീക്വൽ ടു സി ഇൻറ്റു വി എന്ന ഇക്വേഷനുള്ളൂ. രണ്ടാമത്തെ എന്താ ചോദിച്ചിട്ടുള്ളത്, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ചോദിച്ചത് അല്ലേ. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ എന്താണ്, പാരലായിട്ട് കണക്ട് ചെയ്താൽ സി സീക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് കിട്ടും. അതായത് 10 പ്ലസ് 15 പ്ലസ് 25. ഓക്കെ, 85 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. ഇതൊരു പിന്നെ സിമ്പിൾ പ്രോബ്ലം ചോദിച്ചത്. അതായത് 3 കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിലുണ്ടാകുന്ന ചാർജസും അതായത് എഫക്റ്റീവ് കപ്പാസിറ്റൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. അടുത്ത പ്രോബ്ലമാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലം അല്ലേ. രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലം എന്താണെന്ന് പറയുന്നത്, അതായത് നമുക്ക് വേർഡ്സിൽ എന്ത് ചെയ്യും സർക്യൂട്ട് ഡയഗ്രം പറയും, അത് വരച്ചിട്ട് അതിൻ്റെ എഫക്റ്റീവ് കാണാൻ പറയും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞത്, 2 capacitors 8 microfarad and 4 microfarad connected in parallel and third capacitor 24 microfarad connected in series with them. അതായത് 2 കപ്പാസിറ്റൻസ് പാരലൽ, 2 കപ്പാസിറ്റൻസ് കണക്ട് ചെയ്തൊന്ന്, മൂന്നാമത്തെ കപ്പാസിറ്റൻസ് എന്തായത് ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് 8 മൈക്രോഫാരഡ് 4 മൈക്രോഫാരഡ് ഇത് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ 24 മൈക്രോഫാരഡ് എന്താണ് ചെയ്തിട്ടുള്ളത്, ഇതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു 80 വോൾട്ട്. ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 80 വോൾട്ടിൽ 80 വോൾട്ട് ഡി സിയിൽ എന്ത് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, ഡ്രോ ദ അറേഞ്ച്മെൻറ്റ് വരയ്ക്കുക ആൻഡ് ഫൈൻഡ് ദ ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസ് ആൻഡ് ചാർജസ്. ഓക്കെ, ഇനി ഇതിൻ്റെ എന്ത് ചെയ്യുക, ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസ് കാണാം. അപ്പോൾ ഇക്വാലൻറ്റ് കപ്പാസിറ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് 8 മൈക്രോഫാരഡും 4 മൈക്രോഫാരഡും എന്താണ് പാരലാണ്, അതിനെന്താണ് സീരീസ് വിത്ത് 24 മൈക്രോഫാരഡാണ് അല്ലേ. ഇതായിരിക്കും എന്ത് വരിക നമുക്ക് എഫക്റ്റീവ് വരിക. അപ്പോൾ അതും എഫക്റ്റീവ്, അതായത് പാരലാകുമ്പോൾ 8 പ്ലസ് 4 എത്ര കിട്ടും, 12 മൈക്രോഫാരഡ് കിട്ടും. ഈ 12 മൈക്രോഫാരഡ് എന്താണ് 24ന് സീരീസാണ്. അപ്പം 1/C എഫക്റ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 1/C1 പ്ലസ് 1/C2, അതായത് 1/12 പ്ലസ് 1/24 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സി എഫക്റ്റീവ് നമുക്ക് എത്ര കിട്ടും, 24/3 അഥവാ 8 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. ഇനി എന്താ കാണാൻ പോകുന്നത്, അടുത്തത് ചാർജാണല്ലേ. ചാർജ് എന്നിട്ടുണ്ടെങ്കിൽ എന്താണ് Q സീക്വൽ ടു സി ഇൻറ്റു വി. അത് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എഫക്റ്റീവ് 8 മൈക്രോ ഫാരഡ് ഇൻറ്റു വി എന്താ
80 വോൾട്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 64 മൈക്രോ കുളംസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലംസും ഈ ഒരു രൂപത്തിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രോബ്ലംസ് ചോദിക്കാം. വേർഡ്സിൽ സർക്യൂട്ട് ഡയഗ്രാം പറഞ്ഞിട്ട് സർക്യൂട്ട് വരച്ചിട്ട് അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ വെരി വെരി ഇമ്പോർട്ടൻസ് ഉള്ളത് പ്രോബ്ലമാണ്. പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഒരേ ഇക്വേഷൻസ് ആണ്, അതായത് Q = C1 ഇക്വേഷൻ, അതേ രൂപത്തിൽ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വേഷൻസ്, പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടീസും അതേ രൂപത്തിൽ ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടീസും. ഓക്കെ, പിന്നെ ഫാരഡേസ് ലോ, അതേ രൂപത്തിൽ കുളംസിൻ്റെ 2 ലോസ്, ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് മാഗ്നറ്റിസം. ഓക്കെ, താങ്ക് യു. പിന്നെ നല്ല പോലെ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. തിയറി പോർഷനിലും പ്രോബ്ലമാറ്റിക്കും എന്ത് ചെയ്യും, ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കാം. പ്രോബ്ലത്തിലേറെ കൂടുതൽ തിയറിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, തിയറിയൊക്കെ നിങ്ങൾ നല്ല പോലെ ഫിഗേഴ്സൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഫിഗേഴ്സിനായിരിക്കും കൂടുതൽ പോയിൻ്റ് മാർക്ക് കിട്ടുക നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു.